ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ചർച്ചിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ മനോഹരമായിരിക്കുന്ന പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിച്ച കർത്താവിൻ്റെ ദാസൻ, പ്രാർത്ഥനയിൽ നമ്മളെ സഹായിച്ച കർത്തദാസൻ, കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയും. പകൽക്കാലം ഒന്നിച്ച് നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ വചനമായിട്ടും കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിലും ഒരു അവസരം നൽകി തന്നതിനെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുകയാണ്. വളരെ പ്രാർത്ഥനയോട് ഉപവാസത്തോട് ദൈവമക്കൾ ദൈവസന്നിധിയിലായിരിക്കും. നിങ്ങളുടെ നടുവിലേക്ക് കടന്നു വരുവാൻ ക്ഷണിക്കപ്പെട്ട നാൾ തുടങ്ങി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാനുള്ള വചനം നൽകി തന്നിട്ടുണ്ട്. അത് ഇന്ന് പകലും ഇന്ന് വൈകിട്ടുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. കാരണം വചനത്തിന് ശക്തിയുണ്ട്. ആ വചനം നമ്മൾ റിസീവ് ചെയ്താൽ, സ്വീകരിച്ചാൽ ആ വചനം നമുക്ക് വിടുതലായി പരിവർത്തിച്ചു കൊണ്ടിരിക്കും. ഈ ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന പിശാച് ഈ വചനത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരാതെ തക്കവണ്ണം അവൻ അതിനെ തടയും. പ്രൈസ്. അതെന്തിനെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വിടുതൽ പ്രാപിച്ചാൽ അവന് നഷ്ടമാകും. പ്രൈസ്. ഇന്ന് പകലക്കാലം നമുക്കൊരു വിടുതലിൻ്റെ പകലായിട്ട് മാറണം. ഇന്ന് പകലക്കാലം ദൈവപ്രവൃത്തി നമ്മുടെ നടുവിൽ നടക്കണം. ദൈവത്തിൻ്റെ നാമം ഇന്ന് പകലക്കാലം നമ്മളിലൂടെ ഈ ദേശത്ത് ഉയർത്തപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അതിന് കർത്താവിന് നന്ദി പറയുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. മലയാളം എല്ലാവർക്കും അറിയാമല്ലോ നല്ലവണ്ണം. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ഇച്ചിരി പ്രസംഗിക്കുമ്പോൾ ഇച്ചിരി സ്പീഡ് കൂടും. ഞാനെങ്കിലും കഴിവതും ഞാനത് സ്ലോയിലാക്കി കൊണ്ടുവരാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. പേപ്പറും പേനയൊക്കെ ഉള്ളവർ നോട്ടുകൾ, റെഫറൻസുകൾ എഴുതിയെടുക്കണം. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. ഇവിടെ ഇരുന്ന് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ കടന്നു പോകുന്ന സ്ഥലത്തൊക്കെ ഉദാഹരണങ്ങളൊക്കെ പറയാറുണ്ട്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞ് ദൈവവചനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കുക. ഞാനും എൻ്റെ ഈ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന മോനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് താൻ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ശരിയാണോ? എപ്പോഴാണ്? എങ്ങനെയാണ്? എവിടെയായിരുന്നു? ഞാൻ പറയുന്നതിന് ഒരു ചെറിയ ഒരു മറുപടി ഇങ്ങോട്ട് തരും. വാസ്തവല്ലേ? അല്ലേ? അങ്ങനല്ലേ? അങ്ങനെ തന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്? വീണ്ടും ആവർത്തിച്ച് പറയാനിടയാണ്. ആവർത്തനം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കത് കേൾക്കപ്പെടുന്ന വചനം നമുക്കത് മനസ്സിലാകുന്നു എങ്കിൽ, നമുക്കത് ഗ്രഹിക്കാൻ പറ്റിയെങ്കിൽ, അത് നമുക്ക് വിടുതലായിട്ടുണ്ട് എങ്കിൽ, വചനം നൽകി തന്ന ദൈവസന്നിധിയിൽ ഒരു സ്തോത്രമോ ഒരു ആമീനോ ഒരു ഹല്ലേലൂയോ ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ, വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മാവിൽ അന്യഭാഷകളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ഇന്ന് പകൽക്കാലത്ത് ചിന്തയ്ക്കായിട്ട് നമുക്ക് സങ്കീർത്തന പുസ്തകം എടുക്കാം. 91 അധ്യായം. സങ്കീർത്തന പുസ്തകം 91 അധ്യായം. എല്ലാവരും എടുത്തല്ലോ. ഓക്കെ.
ഈ സങ്കീർത്തനം മനപ്പാഠമായിട്ട് കാണാതെ അറിയാമെന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇടയ്ക്കൊന്നൊന്ന് ചോദിക്കട്ടെ, ഒന്ന് പറയാമോ എന്ന്? അതാ ചുമ്മാ അങ്ങ് കൈ ഉയർത്തിയാമോ? അല്ല, പഠിച്ചു. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ വളരെ ചെറുപ്പത്തിൽ നമ്മളെ വീടുകളിൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഏത് വീടുകളിലെയും കുഞ്ഞുങ്ങളെ കാണാതെ പഠിപ്പിക്കുന്ന സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് ഈ 91-ാമത്തെ സങ്കീർത്തനം. അത് പലപ്പോഴും നമ്മുടെ പ്രയാസത്തിന്റെ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഉരുവിടാറുണ്ട്, ആവർത്തിക്കാറുണ്ട്, വചനം പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ആ വചനത്തിന്റെ ശക്തി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാറുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ തന്നിരിക്കുന്നത് ഈ 91-ാമത്തെ സങ്കീർത്തനത്തിന്റെ 14 തുടങ്ങി 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തന പുസ്തകം 91-ാമത്തെ അധ്യായം അതിൻ്റെ 14 തുടങ്ങി 16 വരെയുള്ള വാക്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും വരെ എല്ലാവരും നോട്ട് ചെയ്തല്ലോ? ഒന്ന് വായിക്കാമോ? മലയാളം ഓക്കെ, ഒന്ന് വായിക്കുന്നു. ഉറക്കെ മൈക്കിലൂടെ പ്രിയ സഹോദരി വായിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം അതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിലൂടെ ഇന്ന് വന്നിരിക്കുന്ന ദൈവമക്കൾക്കുള്ള, കുടുംബത്തിനുള്ള, വ്യക്തിപരമായിട്ടുള്ള, സഭയ്ക്കുള്ള ആലോചനയുണ്ട്. പ്രൈസ് ദി ലോർഡ്. വചനം നിങ്ങളുടെ അടുക്കിലേക്ക് നിങ്ങളോട് ദൂതായിട്ട് വരുമ്പോൾ നിങ്ങൾ അതങ്ങ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. അതിനെ തലയെ തൊടണമെന്നും പ്രവചനം എന്നോട് തലയെ തൊട്ട് പ്രവചിക്കണമെന്നൊന്നുമില്ല. വചനം കേൾക്കുമ്പോൾ അതിനെ നമ്മൾ 2 കൈ നീട്ടി ഹൃദയത്തിലേക്ക് അങ്ങ് സ്വീകരിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച 3 വാക്യമാണ് 91-ന്റെ 14, 15, 16. ഈ 3 വാക്യത്തിൻ്റെ അകത്ത് 5 അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ 5 വിടുതലുകൾ അല്ലെങ്കിൽ 5 ദൈവ പ്രവൃത്തിയെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കണ്ടോ? 5 അനുഗ്രഹം അല്ലെങ്കിൽ 5 വിടുതൽ അല്ലെങ്കിൽ 5 ദൈവ പ്രവൃത്തി കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് നമുക്ക് ഓർഡർ ഒന്ന് ചിന്തിക്കാം. അതിനെക്കുറിച്ച് വിശദീകരിച്ച് ഞാൻ പിന്നീട് സമയം പോലെ ഇന്ന് പകലും വൈകിട്ടുമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ അവനെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. 1-ാമത്തെ അനുഗ്രഹമാണ്. 1-ാമത്തെ നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഞാൻ അവനെ വിടുവിക്കും. ഒരു ജീവനില്ലേ? ഉപവാസം തുടങ്ങിയതല്ല ഉള്ള പക്ഷേ തുടങ്ങി സ്റ്റാർട്ടിങ്. ഇനി വൈകിട്ട് നാളെയൊക്കെ ഉണ്ട്. അന്നേരം ഇപ്പൊ നിന്നൊരു ചാർജ് വന്നേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവനെ എന്ത് ചെയ്യും? വിടുവിക്കും. ഉറക്കെ പറഞ്ഞേ. 1 വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്യും? വിടുവിക്കും. എവിടെ നിന്ന് വിടുവിക്കും? എങ്ങനെ വിടുവിക്കും? ആരാണ് വിടുവിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാൻ പോകുക. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാ? എനിക്ക് വിടുതൽ വേണേ, വിടുതൽ വേണേ, വിടുതൽ വേണേ, വിടുതൽ വേണേ, അല്ലേ? എപ്പം തിരിഞ്ഞാലും വിടുതല, വിടുതൽ, വിടുതൽ. പക്ഷെ ഇന്ന് പകലക്കാലം ദൈവം പറയുന്നു, ഞാൻ നിന്നെ വിടുവിക്കും. അയ്യോ, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നതും എനിക്ക് വിടുതൽ വേണേന്നോ? ഇവിടെ വന്നപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് വിടുവിക്കുമെന്നാ. എന്നിട്ട് ഒരു ജീവനില്ലാതിരിക്കുകയാണ്. ഇന്ന് പകലക്കാലം പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം, വിടുവിക്കുന്ന ദൈവത്തിന്റെ ശക്തി, വിടുവിക്കുന്ന ദൈവത്തിന്റെ നാമം ഇന്ന് പകലിൽ ഇവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. അതിനെ തടയുന്ന എല്ലാ ഇരുട്ടിന്റെ മണ്ഡലങ്ങളും യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞു മാറട്ടെ. 1 വിടുവിക്കും. 14-ാമത്തെ വാക്യത്തിൽ തന്നെ അതിന്റെ 2-ാമത്തെ ഭാഗത്തിൽ പറയുന്നുണ്ട്. 2-ാമത്തെ അനുഗ്രഹം, 2-ാമത്തെ നന്മ, 2-ാമത്തെ ദൈവപ്രവൃത്തി പറയുന്നുണ്ട്. ഞാൻ അവനെ ഉയർത്തു. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നില്ലേ? എന്താ വേണം?
ഉയർച്ച വേണോ എന്നല്ലേ? പ്രൈസ് ദി ലോർഡ്. എവിടെ ഇപ്പം നിൽക്കുന്ന ലെവൽ മതിയോ കുറച്ചുകൂടി ഉയരണോ? പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും തലങ്ങളിൽ ഉയരണം? ഹലോ, പ്രൈസ് ദി ലോർഡ്. ഏതെല്ലാം തലങ്ങളിൽ ഉയരണം? ആത്മീയത്തിൽ ഉയരണം. പിന്നെ അത് മാത്രമേ ഉള്ളൂ? അല്ല, നമുക്കൊരു വീട് വേണം, ജോലി വേണം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസം വേണം, അവരൊക്കെ ഉയരണം. ഭൗതിക തലത്തിൽ ഉയർച്ച വേണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വചനം നമ്മളോട് എന്താ പറയുന്നത്? ഞാൻ നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഉപവസിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന് പറയാനുള്ളത്, ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഉയർച്ച തരുന്ന ദൈവം വന്നിട്ടുണ്ട്. ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഇനി മൂന്നാമത്തെ കാര്യം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ അവന് ഉത്തരമരുളും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ലേ? ലോ, ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചില്ലേ? ആരോട് ചോദിച്ചു? പ്രൈസ് ദി ലോർഡ്. നമ്മളോട് തന്നെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. എൻ്റെ ജീവിതം മാത്രമേ എന്നെ ഇങ്ങനെ, എനിക്ക് മാത്രമേ എന്നെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു. ഒത്തിരി ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത കുഞ്ഞുങ്ങളാണ് എങ്കിൽ നിങ്ങളുടെ പപ്പായോട്, മമ്മിയോട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിനോടൊക്കെ നിങ്ങൾ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പലതിനും ഉത്തരം കിട്ടിയിട്ടേയില്ല, ഉത്തരം നമ്മൾ കണ്ടിട്ടുമില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം പറയുന്നു, നിങ്ങൾ ചോദിച്ച സകല ചോദ്യത്തിനും ഉത്തരം തരുന്ന ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം, ഉത്തരം തരുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ മെസ്സേജ് ഇവിടെ ഇരിക്കുന്ന വിശ്വാസ ഗണത്തിന് വേണ്ടി തന്നെയല്ല, എനിക്ക് എന്നോടൊപ്പം കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി കൂടെയുള്ള ദൂതാണ്. പ്രൈസ് ദി ലോർഡ്. ചോദിച്ചിട്ടില്ലയോ ദൈവദാസ, ഞാൻ പാടുന്നുണ്ട്, ഒരു അഭിഷേകത്തിന്റെ തീ എന്തുകൊണ്ട് ഇറങ്ങി വരുന്നില്ല? ഞാൻ പാടുന്നുണ്ട്, എന്തുകൊണ്ട് ആ പാട്ടിന്റെ സമയത്ത് ഒരു വിടുതൽ നടക്കുന്നില്ല? ചോദിച്ചിട്ടില്ലയോ ദൈവദാസ, എന്നാൽ ആവുന്നിടത്തോളം ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്, ട്രാക്ടി കൊടുക്കുന്നുണ്ട്, ഭവനങ്ങൾ കയറുന്നുണ്ട്, ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ സുവിശേഷം പറയുന്നുണ്ട്, പക്ഷേ ഇതുവരെയും അതിനൊരു റിസൾട്ട് കണ്ടിട്ടില്ല, ഉത്തരം കിട്ടിയിട്ടുമില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിനത്തിൽ പറയുന്നു, ഉത്തരം തരുന്ന ഒരു ദൈവം വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണ്? ഉത്തരം തരുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒറ്റയ്ക്കല്ല ശുശ്രൂഷിക്കുന്നത്, നമ്മൾ ഒന്നിച്ചാണ്. നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ നടത്തുന്നതിൻ്റെ മുന്നോട്ട് പോകട്ടെ. എങ്ങനെയാണ്? ഉത്തരം തരുന്ന ഒരു ദൈവം. എന്താണ് ചെയ്യുന്നത്? ഉത്തരം തരുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. 15-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്ത് പറയുന്നു, പ്രൈസ് ദി ലോർഡ്. എന്താണ്? ഞാൻ അവനോടുകൂടെ ഇരിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. അന്നേരം നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം എവിടെയാണെന്നൂടെ ഞാനൊന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നീട് വിശദീകരിക്കും. എവിടെയാണ്? പ്രൈസ് ദി ലോർഡ്. കഷ്ടകാലത്ത്. പ്രൈസ് ദി ലോർഡ്. കഷ്ടകാലത്ത് ആര് നിങ്ങളുടെ കൂടെ ഇരിക്കും? പ്രൈസ് ദി ലോർഡ്. ഇരിക്കുമോ? ആരെങ്കിലും ഇരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ നല്ല കുടുംബജീവിതമാണ്, ഭാര്യ ഭർത്താവ് തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പാത്രത്തിൽ നിന്നേ കഴിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പനിയൊക്കെ പിടിക്കുമ്പോൾ ഉറക്കളച്ചെന്ന് ചിലപ്പോൾ ഇരുന്നെന്ന് വരും, ചൂടുവെള്ളം തന്നെന്ന് വരും, നമുക്ക് കാപ്പിയിട്ട് തന്നൊക്കെ വരും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ സ്ഥിതി ഒന്ന് മാറി, അടുത്ത സ്റ്റേജിലേക്കൊന്ന് മാറി, നിന്റെ സൗന്ദര്യമൊക്കെ ഒന്ന് ക്ഷയിച്ചു തുടങ്ങി, നിന്റെ ആരോഗ്യമൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നിന്റെ സാമ്പത്തികമൊക്കെ നിന്നിൽ നിന്ന് ചോർന്നു പോകുമ്പോൾ, നിന്നോടുകൂടെ ഇരിക്കുമെന്ന് പറയുന്ന നിന്റെ ഭാര്യ പോലും, നിന്റെ കുഞ്ഞുങ്ങൾ പോലും, നിന്റെ കൂട്ടുകാർ പോലും നിന്റെ കൂടെ ഇരിക്കത്തില്ല. അതിന് തെളിവാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ജോബ്. പ്രൈസ് ദി ലോർഡ്. കഷ്ടകാലം വന്നപ്പം പറയുകയാണ്, കൂടെ തനിക്ക് തുണയായിട്ട് കൊടുത്തിരുന്ന കൂട്ടാളി പറയുകയാണ്, ഹേ മനുഷ്യ, ഇനിയെങ്കിലും ഈ ദൈവത്തോടുകൂടെ ഇരിക്കാതെ, ഈ ഫാക്ടറിയൊക്കെ മുറുകെ പിടിക്കാതെ നിങ്ങൾ ആ മനുഷ്യനെ ത്യജിച്ച് കളഞ്ഞിട്ട് പോയി ചാകു മനുഷ്യ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്നേരം നോക്കിക്കേ, ലോകത്തിന്റെ സ്നേഹവും ലോകത്തിന്റെ ബന്ധമൊക്കെയും
നിനക്കൊരു ക്ഷീണം വരുന്ന സമയം വരെ നിന്റെ കൂടെ ഇരിക്കത്തുള്ളൂ. എന്നാൽ ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നു, വിശുദ്ധ വേദപുസ്തകം നമ്മളോട് സംസാരിക്കുന്നു. എന്താണ്? നിന്റെ കഷ്ടകാലത്ത് നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ 4ാമത്തെ അനുഗ്രഹം നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ പറയുക, നിങ്ങൾക്കാരുമില്ല, എനിക്കാരുമില്ല, എന്നെ കാണുവാൻ ആരുമില്ല, എന്നെ അറിയുവാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് പകലക്കാലം ദൈവാത്മാവ് പറയുന്നു, നിന്റെ കഷ്ടകാലത്ത് നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരുണ്ട്? പ്രൈസ് ദി ലോർഡ്. കഷ്ടകാലത്ത് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. 5ാമത്തെ അനുഗ്രഹം. ഇനി 6ാമത്തേത്, അഞ്ചാമത്തെ കാര്യം അതിന്റെ 16ാമത്തെ വാക്യത്തിൽ ആദ്യം പറയുന്നു. പ്രൈസ് ദി, എന്താണ്? ഞാൻ അവന് തൃപ്തി വരുത്തുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ തൃപ്തി വരും? ആയുസ് നീട്ടി തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ദീർഘായുസ് തന്ന് നിനക്ക് തൃപ്തി തരും. പ്രൈസ് ദി ലോർഡ്. എന്താണ്? നിനക്ക് തൃപ്തി തരുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും മലയാളം അറിയാവുന്നവരാണോ? അറിയാം. ഓക്കെ. തമിഴിൽ വായിപ്പിക്കണ്ടായല്ലോ. എല്ലാവർക്കും മലയാളം അറിയാമല്ലോ. ഓക്കെ. അന്നേരം 5 കാര്യങ്ങൾ മനസ്സിലായോ? എന്നിട്ട് അതിനോട് തന്നെ ബന്ധപ്പെട്ട് പറയുകയാണ്, തൃപ്തി തരുന്നത് തന്നെയല്ല, തൃപ്തി നിനക്ക് കിട്ടുമ്പോൾ തന്നെ നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്ന ദൈവത്തിന്റെ രക്ഷ ഞാൻ നിനക്ക് കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഈ 5 കാര്യങ്ങൾ മനസ്സിലായോ? അത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ കയറിയോ? ഹലോ, ഒന്ന് ഉത്തരം പറഞ്ഞേ. ഉത്തരം മനസ്സിലായോ? എഴുതിയെടുത്തോ? പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അടയാളപ്പെടുത്തി വെച്ചോണം. എന്താണ്? ആ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞേ, പോയിന്റ് മാത്രം ഒന്ന് പറഞ്ഞേ. വിടുവിക്കുന്ന ദൈവം. അയ്യോ, ഇത്രയുള്ള സൗണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞേ. അത്രയൊന്നും വിശദീകരിച്ച് വായിച്ചു പോകേണ്ട സമയമില്ല. ഒന്നും അതിന്റെ പോയിന്റ് മാത്രം ഉറക്കെ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ദേശം കേൾക്കട്ടെന്നോ. 1, വിടുവിക്കുന്ന ദൈവം. 2, ഉയർത്തുന്ന ദൈവം. 3, ഉത്തരം തരുന്ന ദൈവം. 4, കൂടെയിരിക്കുന്ന ദൈവം. 5, തൃപ്തി തരുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇത് പോരെ നമുക്ക്? പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമി പാർക്കുമ്പോൾ ഈ 5 അനുഗ്രഹം പോരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ? അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഇത് പോരെ? പ്രൈസ് ദി ലോർഡ്. ഇനി വേറൊന്നും വേണ്ട. ഇതുണ്ടോ ആ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. ഇനിയും നമ്മൾ ഇതൊക്കെ വായിച്ച ആ സെന്റൻസിൽ പറയുന്നത് എന്നോട് പറ്റിയിരിക്കുക. അത് ആരോടാ? പ്രൈസ് ദി ലോർഡ്. 5 അനുഗ്രഹം കിട്ടി. ഹലോ, 5 അനുഗ്രഹം കിട്ടി. സങ്കീർത്തനം കാണാതെ പഠിച്ചത് കൊണ്ടല്ല കിട്ടിയത്. ആണോ? മനപ്പാടം പഠിച്ചത് കൊണ്ടാണോ കിട്ടിയത്? അല്ല. പിന്നെ അവനോട് പറ്റിയിരിക്കുന്നവർക്കാ കിട്ടിയതോ? പ്രൈസ് ദി ലോർഡ്. ഇത് അവനോട് പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ആരാ? ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ കൈയടിക്കുന്നുണ്ട്, നമ്മൾ പാട്ടുപാടുന്നുണ്ട്, നമ്മൾ അന്യഭാഷ പറയുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം സത്യമാണ്. നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അത് തിരിച്ചറിഞ്ഞെങ്കിൽ നമ്മുടെ നാവിൽ നിന്ന് വായിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് വീഴത്തില്ലായിരുന്നു. നമ്മൾ പലപ്പോഴൊക്കെ പറഞ്ഞിട്ടില്ലേ, എനിക്കാരുമില്ലെന്ന്. ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ, ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, ചില പ്രതികൂലങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, എനിക്കാരുമില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞെങ്കിൽ ഇന്ന് പറയണം, ഇല്ല, എനിക്കാളുണ്ട്. എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരാളെ എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതാരാണ്? ആരോടാണ് നമ്മൾ പറ്റിയിരിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ പറ്റിയിരിക്കേണ്ടത് ആരോടാ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് അല്ലേ? കാരണം ദൈവം ആരാ? നമ്മുടെ ജീവിതം ഇപ്പം പറ്റിയിരിക്കുന്നത് ആരോടാ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ അത്രത്തോളം ഒന്നും ഇല്ല അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഐഫോൺ, സ്മാർട്ട് ഫോണൊന്നും എല്ലാവരുടെയും കയ്യിലില്ല.
എന്നാലും കൂടുതൽ പറ്റിയിരിക്കുന്നത്, കൂടുതൽ സമയം പറ്റിയിരിക്കുന്ന ആരോടാ? കുനിഞ്ഞൊന്നും പോകരുതേ. ദൂത് കേൾക്കുമ്പോഴൊന്നും കുനിഞ്ഞു പോകരുത്. ആരോടാ ഇപ്പം നമ്മൾ കൂടുതൽ പറ്റിയിരിക്കുന്നത്? തലവെണ്ണ കഴിച്ച് നമ്മൾ ഉറങ്ങാനിരിക്കുമ്പോഴും ഒരാളോട് നമ്മൾ പറ്റും. ആരോടാ? സ്മാർട്ട് ഫോണിനോട്. ഇങ്ങനെ ഇങ്ങനെ തോണ്ടി വിട്ട് അത് കണ്ട് ഇത് കണ്ട് അയച്ചത് കണ്ട് കേട്ട് ഇങ്ങനെ ഒന്ന് ചിരിച്ച് ഒക്കെ പോയില്ലെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമാണ്. പ്രൈസ് ലോർഡ്. മോനെ, ഈ ഐഫോണിനോട് പറ്റിയിരുന്നാൽ ഈ ഐഫോൺ വിടുവിച്ചിട്ടുണ്ടോ? കുരുക്കി ചെന്ന് വിട്ടിട്ടേ ഉള്ളൂ, കിട്ടിയിട്ടേ ഉള്ളൂ. കുരുക്കി ചെന്ന് വിട്ടിട്ടേ ഉള്ളൂ. ഈ ഇതുമായിട്ടിരുന്നത് കൊണ്ട് ഈ ഫോൺ നമ്മൾ ഉയർത്തിയിട്ടുണ്ടോ? പ്രൈസ് ലോർഡ്. നമ്മുടെ ഉയർച്ച കളഞ്ഞിട്ടേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. മടിക്കാൻ മിടുക്കി കൊച്ചായിരുന്നു, ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു. പ്രൈസ് ലോർഡ്. ഈ ഇത് കിട്ടിയപ്പം തുടങ്ങി അതിൻ്റെ പഠിത്തം പോയി. പിന്നെ എവിടോട്ടാ കൊണ്ടുവരുന്നത്? എൻ്റെ പാസ്റ്ററേ, എൻ്റെ കൊച്ചിന് ഫസ്റ്റ് സെമ്മി നല്ല മാർക്കായിരുന്നു, സെക്കൻഡ് സെമ്മി മാർക്ക് പോയി, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണമേ. പാസ്റ്റർ ഇങ്ങോട്ട് പിടിച്ച് പ്രാർത്ഥിച്ച് തലയിലൊക്കെ കുലുക്കി പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് വിട്ടു. പിന്നെയും കൊച്ചിന് മാർക്കില്ല. അന്നേരം നമ്മൾ പറയാ, അയ്യോ ഞങ്ങളുടെ പാസ്റ്റർക്ക് നേരത്തെ ഭയങ്കര കൃപയായിരുന്നു, നേരത്തെ ഞങ്ങളുടെ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ച ഓട്ടന്നെ വിടുതലായിരുന്നു. ഇപ്പം ഞങ്ങളുടെ പാസ്റ്റർ ഇങ്ങനെ തലയിലൊക്കെ കുലുക്കി പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ കൊച്ചിന് മാർക്ക് കിട്ടുന്നില്ല. ഞാൻ ഞെട്ടിപ്പോയി. ഇവിടെ വന്നപ്പം പാസ്റ്റർ പറയാ, 2-3 ദൈവദാസന്മാരെ ടൗണിലോട്ടൊന്ന് കൊണ്ടുവിട്ടു, പാസ്റ്ററോട് വെയിറ്റ് ചെയ്യാൻ. ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് ട്രാഫിക് അന്നും കണ്ട ഇച്ചിരി നേരത്തെ ഇറങ്ങിയായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി നേരത്തെ വന്നു. എനിക്ക് ഇച്ചിരി നിർബന്ധമുള്ള കാര്യമാണ്, എവിടെ യോഗം തുടങ്ങിയാലും പ്രാർത്ഥിച്ച് തുടങ്ങുന്ന ചെല്ലണം. അല്ലാതെ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രസംഗത്തിൻ്റെ സമയമാകുമ്പോൾ ഇങ്ങനെ 2 പാട്ടുകൂടെ പാടി ദൈവദാസം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, പിന്നെയും പാട്ട് പാടി, അതൊന്നുമല്ല. നമ്മൾ പ്രാർത്ഥനയ്ക്ക് എന്നാൽ തുടങ്ങുമ്പം ചെല്ലണം. പ്രൈസ് ലോർഡ്. എപ്പം ഇറങ്ങണമെന്ന് ചോദിച്ചാൽ ആശീർവാദം പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങണം. പ്രൈസ്. അതാണ് പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. കണ്ടോ, അങ്ങനെ ഞാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ഇങ്ങനെ ടൗണിൽ പോയിക്കുമായിരുന്നു, തിരിച്ചു വന്നു. ഞങ്ങൾ തമ്മിൽ ഒരു 2 മിനിറ്റ് സംസാരിച്ച് കാണും. സംസാരിച്ചിട്ടിപ്പോൾ എന്നോട് പറയുക, ഞങ്ങൾ രാത്രി വെളുപ്പിന് 5 മണിയോളം ഇരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു നീ ഹോളിൽ. യോ, ഈ 5 മണി സമയം വരെ ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പണ്ട് പാസ്റ്റർ അത്രയൊന്നും പ്രാർത്ഥിക്കത്തില്ലായിരുന്നു, 1 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ 5 മണി, 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഉടനെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിടുതലായിരുന്നു. ഇപ്പോൾ 5 മണി വരെ രാത്രിയെ പകലാക്കിയിരുന്ന് പ്രാർത്ഥിച്ചിട്ടും പാസ്റ്റർക്ക് കൃപയില്ല. മക്കളെ, പാസ്റ്റർക്ക് കൃപയില്ലാതെ പോയതല്ല, മാതാപിതാക്കളെ പാസ്റ്റർക്ക് കൃപയില്ലാതെ പോയതല്ല. അങ്ങനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഒരു പാസ്റ്ററിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിങ്ങളുടെ കൊച്ചുങ്ങളെ പ്രാർത്ഥിപ്പിക്കണ്ട. നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ സാധനം ഒന്ന് മേടിച്ച് അലമാരി വെച്ചൊന്ന് പൂട്ടിക്ക്. പ്രൈസ് ലോർഡ്. തന്നെ പഠിക്കാൻ തുടങ്ങും. പ്രൈസ് ലോർഡ്. തന്നെ പഠിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അന്നേരം നോക്കിക്കേ, അത് നമ്മളെ ഉയർത്തിയിട്ടില്ല, നമ്മളെ താഴ്ത്തിയിട്ടേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇനി കൂട്ടുകാർ കൂടി നടന്നാരെങ്കിലും ഉയർന്നിട്ടുണ്ടോ? അതുമില്ല. ഭാവി നശിച്ചിട്ടേ ഉള്ളൂ. വേദപുസ്തകത്തിൽ തന്നെ ഒരാളെ ഒന്ന് വായിക്കേണ്ട, പരിചയപ്പെടുത്തിയപ്പെടാം. ഒരു അപ്പച്ചന്, നല്ല ധനവാനായിരിക്കുന്ന അപ്പച്ചനായിരുന്നു. ആ അപ്പച്ചന് 2 മക്കളുണ്ടായിരുന്നു. ഇളയ മകന് ഭയങ്കര കൂട്ടുകാരൊക്കെ കൂടിയപ്പോൾ കൂട്ടുകാർ ബുദ്ധി പറഞ്ഞു കൊടുക്കുക. എന്താ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത്? എടാ, പണമുണ്ടായെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഈ ഭൂമിയിൽ അടിച്ചു പൊളിക്കേണ്ടതാടാ. നിന്റെ അപ്പൻ്റെ കാശുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ, ഇക്കടെ കാശ് മേടിച്ചോണ്ട് പോടാ. രാവിലെയും വൈകിട്ട് ഇങ്ങനെ കൂട്ടുകാരിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇവൻ്റെ ബ്രെയിനിലേക്ക് ഈ ചിന്ത വന്ന്, നേരല്ലേ, എൻ്റെ അപ്പച്ചൻ്റെ കയ്യിൽ പണമൊക്കെ ഉണ്ട്, ഇത് അപ്പച്ചൻ്റെ കയ്യിൽ ഇരുന്നാൽ എനിക്കെന്നാ ഗുണം? എൻ്റെ കൂട്ടുകാർ പറഞ്ഞതാ ശരി, അതുകൊണ്ട് ഈ പണമെല്ലാം ഇങ്ങ് കൊണ്ടുപോരാൻ പറഞ്ഞു. അപ്പച്ചനെ വിളിച്ചിട്ട് പറയാ, അപ്പാ, വിളിച്ചിട്ട് പറയുക, ഞങ്ങൾ 2 മക്കളല്ലേ? ആന്നടാ,
പ്രൈസ് ദി ലോർഡ്. അങ്ങനാണെങ്കിൽ എന്റെ വീതം ഇവിടത്താ. പ്രൈസ് ദി ലോർഡ്. മോനെ എന്തിനാടാ? എടാ എനിക്കുള്ളതല്ല നിനക്കുള്ളതാടാ, പിന്നെ എന്തിനാ നിനക്ക് ഞാൻ വേർതിരിച്ചു തരുന്നത്? അതങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല. എനിക്കുള്ളത് സെപ്പറേറ്റ് ഇതാ. അപ്പന്റെ കൂടെ ചേർന്ന് നിന്നാൽ ഇതെനിക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല. ഇതെന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയാൽ എനിക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നിർബന്ധിച്ച് അപ്പന്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചു. ഫ്രണ്ട്സ് കൂടിപ്പോയി. പോയത് ഉയർച്ച പ്രാപിച്ചില്ല. ആ മനുഷ്യൻ, ആ വ്യക്തി നശിക്കുകയാണ് ചെയ്തത്. നോക്കിക്കേ, സമൃദ്ധിയുടെയും മൃഷ്ടാനത്തിന്റെയും നല്ല ഭോജനം വീട്ടിൽ കഴിക്കുന്ന മനുഷ്യൻ, നോക്കിക്കേ, പന്നിക്ക് കൊടുക്കുന്ന ആഹാരമെങ്കിലും മതിയെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയത് കൂട്ടുകാരെന്ന് ബന്ധമാണ്. കൂട്ടുകെട്ട് കൂടിപ്പോയാൽ നീ ഉയർച്ച പ്രാപിക്കത്തില്ല. നിനക്ക് കൂട്ട് നിന്റെ ദൈവത്തോടു കൂടെ ആയിരിക്കണം. ഹല്ലേലൂയ. അന്നേരം നോക്കിക്കേ, ആരോടാണ് നമ്മൾ പറ്റിയിരിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ എനിക്ക് സമയം തന്നിട്ടുണ്ട് 4 മണി വരെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് വീട്ടിൽ പോയിട്ട് 6 മണിക്ക് തുടങ്ങാമെന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അന്നേരം നോക്കിക്കേ, ആരോടാണ് പറ്റിയിരിക്കേണ്ടത്? ആരോടാ? ദൈവത്തോട് പറ്റിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം ആരാ? അതല്ലേ സങ്കീർത്തനം തുടങ്ങുന്നത് എങ്ങനാ? 91 സങ്കീർത്തനം 1 വാക്യം എങ്ങനാ തുടങ്ങുന്നത്? അത്യുന്നതന്റെ മറവിൽ. അന്നേരം ആരോടാ പറ്റിയിരിക്കേണ്ടത്? അനുഗ്രഹം വേണോ? ഹലോ, ഉപവാസം ഇരുന്നിട്ട് അനുഗ്രഹം വേണ്ടായോ? വേണ്ടായോ? എന്തൊക്കെയായിരുന്നു നമ്മുടെ അനുഗ്രഹം? വിട്ടുകളല്ലേ, പിടിച്ചോണം. എന്തൊക്കെയായിരുന്നു? അതൊന്ന് പറഞ്ഞേ. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എന്തൊക്കെയാ? ഇവരോ പോയി അച്ചായന്മാരാ പറഞ്ഞേ. എന്തൊക്കെയാണ് നമ്മുടെ അനുഗ്രഹം? വിടുതൽ വേണം, ഉയർച്ച വേണം, ഉത്തരം വേണം, കൂടെ ഇരിക്കണം, തൃപ്തി വേണം. ഈ 5 അനുഗ്രഹം വേണ്ടായോ? പക്ഷെ ആരുടെ മറവിൽ പോണം? ആരുടെ മറവിൽ പോണം? അത്യുന്നതന്റെ മറവിൽ പോണം. ആരാണ് അത്യുന്നതൻ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അന്നേരം നമ്മൾ ഉപവസിക്കുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ ആരാധിക്കുകയാണ്. ആർക്ക് വേണ്ടി, ആരോടാണ് ആരാധിക്കുന്നത്? അത്യുന്നതന്റെ സന്നിധിയിലിരുന്ന് ആരാധിക്കുക. ആരാണ് അത്യുന്നതൻ? എടുക്കുക യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 12-ാം വാക്യം. തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും. നോക്കിക്കേ, നിർത്തി ഒന്ന് വായിച്ചോണേ. ആരാണ് അത്യുന്നതൻ? തന്റെ ഉള്ളം കൈകൊണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഓക്കെ. തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുന്നവൻ എന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഇനി എന്നോടൊപ്പം വരണേ. പ്രൈസ് ദി ലോർഡ്. ആരാണ് എന്റെ അത്യുന്നതൻ? ആരാണ്? ഉള്ളം കയ്യിൽ വെള്ളം അളക്കുന്നവനാണ് എന്റെ അത്യുന്നതൻ. ഞാൻ ഈ അത്യുന്നതനോടാണ് പറ്റിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ അത്യുന്നതന്റെ കരം എനിക്ക് കൂടെയുണ്ട്. ഒന്ന്, എങ്ങനെയാണ് അത്യുന്നതൻ ഉള്ളംകൈയിൽ വെള്ളം അളക്കുന്നവൻ? അടുത്തത്, ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും ചെയ്യുന്നവൻ. ആരാണ് അത്യുന്നതൻ? ആകാശത്തെ ചാണുകൊണ്ട് അളക്കുന്നവൻ, ഭൂമിയിലെ പൊടി നാഴിക്കുള്ളിലാക്കുന്നവൻ. അവനാണ് അത്യുന്നതൻ.
Praise the Lord. അതാണ് സങ്കീർത്തനം തുടങ്ങുന്നത്. അത്യുന്നതന്റെ മറവിൽ നീ വസിക്ക്. Praise the Lord. നമ്മുടെ മനസ്സിലേക്ക് ചിന്ത വരരുത്, ഇത് ഞായറാഴ്ചത്തെ സഭായോഗമല്ലല്ലോ പാസ്റ്ററെ, പാട്ട് കഴിഞ്ഞിട്ട് സങ്കീർത്തനമാണല്ലോ ഒന്ന് ധ്യാനിച്ചു തുടങ്ങുന്ന അതിലേക്ക് വരരുത്. ഇത് ദൂത് വേറെയാ. ദൈവജനമേ, നിങ്ങളോട് അറിയിക്കുവാനുള്ള നിങ്ങളുടെ സ്ഥിതിയെ മാറ്റുന്ന പരിശുദ്ധാത്മാവ് തന്ന അത്യന്ത ശക്തിയുള്ള ദൂതാണ്. യുവദാസ, ഈ ദൂതങ്ങ് റിസീവ് ചെയ്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. ഈ സഭയുടെ സ്ഥിതി മാറാൻ പോകുകയാണ്. ദേശത്തുനിന്ന് വിട്ട് തരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് വ്യാപരിച്ച് നിൽക്കുന്ന ദേശത്തിന്റെ അധിപതിയോട് പറയണ, ഞങ്ങൾക്കൊരത്യുന്നതനുണ്ട്, ഞങ്ങൾക്കൊരത്യുന്നതനുണ്ട്. അവനാരെന്ന് ചോദിച്ചാൽ അവൻ ആകാശത്തെ ചാണുകൊണ്ടളക്കുന്നവനാണ്. അവൻ ഭൂമിയെ പൊടി നാടിക്കുള്ളിലെടുക്കുന്നവനാണ്. എന്നിട്ട് കഴിഞ്ഞോ? അടുത്ത ക്വാളിറ്റി അവന്റെ അയച്ചോ മോനെ. പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ. ഈ അത്യുന്നതനോട് നീ പറ്റിയിരുന്നാൽ നീ ഒരിടത്തും ലജ്ജിച്ചു പോകത്തില്ല. ഇനി തീർന്നില്ല. സെക്കരിയാവിന്റെ പുസ്തകത്തിലേക്ക് വന്നേ. സെക്കരിയാവ് 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. സെക്കരിയാവ് 12-ന്റെ-1-ാമത്തെ വാക്യം. വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട് കണ്ടോ? പുതിയ നിയമ ഇസ്രായേല് നിങ്ങളോടുള്ള യഹോവയുടെ അരുളപ്പാട് എന്താ പറയുന്നത്? ആകാശം വിരിച്ചവൻ. ഐശ്യ പറയുന്നു, ആ വിരിച്ച ആകാശത്തിന്റെ പരിണാമം ഇളക്കുന്നവൻ. സെക്കരിയാവ് പറയുന്നു, ആകാശത്തെ വിരിച്ചവൻ. ആകാശത്തെ വിരിച്ച ദൈവത്തിന്റെ മുമ്പിൽ ഭൂമിയിലിരുന്നൊരു ഭക്തൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശ മണ്ഡലത്തിൽ കയറി ഭക്തന്റെ പ്രാർത്ഥനയെ തടഞ്ഞു. തടഞ്ഞു വെച്ചിട്ട് ആകാശ മണ്ഡലത്തിൽ കയറി തടഞ്ഞ പിശാച് പറയുക, ഭക്ത, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. ഭൂമിയിലിരിക്കുന്ന ഭക്തൻ പറയുകയാണ്, ആകാശത്തെ വിരിച്ച ദൈവമാണ് എന്റെ ദൈവം. മുട്ടുമേലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയാണ്. വിരിച്ച ദൈവം നോക്കി. ആ ദൈവം തന്റെ പട്ടാളക്കാരെ, ആ ഭാഷയിൽ അങ്ങ് പറയെ, വിളിച്ചു. അയ്യോ, എന്റെ ദാസൻ എന്തിനാണ് ഭൂമിയിലിരുന്ന് നിലവിളിക്കുന്നതോ? ഞാൻ മറുപടി കൊടുത്തല്ലോ. പറയുക, നീ വിരിച്ച ആകാശ മണ്ഡലത്തിൽ ഒരുവൻ കയറി തടഞ്ഞു. ദൈവത്തിന്റെ ദൂതനെ വിളിച്ചു, ഗബ്രിയേലേ, മീഖായേലേ. പ്രധാനത്തിന്റെ ദൂതനായിരിക്കുന്ന മീഖായേൽ ഇറങ്ങി തന്റെ ഭക്തന്മാരുടെ നന്മകളെ കരങ്ങളിൽ തരാതെ അന്തരീക്ഷ മണ്ഡലത്തിൽ തടയുന്ന പൈശാച മണ്ഡലത്തോട് യുദ്ധം ചെയ്തു. യെസ്, അന്നേരം വിരിച്ചവന്റെ അധീനതയുള്ള ആകാശ മണ്ഡലമാണോ? ദൂത് മനസ്സിലാവുന്നുണ്ടോ? തലകുലുക്കി പോകരുത്. മനസ്സിലാവുന്നുണ്ടോ മോനെ? ഏറ്റെടുത്തോണം. ഇങ്ങനെ ഒതുങ്ങിയൊന്നും ഇവിടെ നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഏറ്റെടുത്തോണം. പ്രൈസ് ദി ലോർഡ്.
എന്റെ ദൈവദാസ, നമ്മളൊരു വീട് വെച്ചു. അതാരുടെയാ? നമ്മുടേതാ. പ്രൈസ് ദി ലോർഡ്. അനധികൃതമായിട്ടൊരുത്തൻ അതിനകത്ത് കയറി. പ്രൈസ് ദി ലോർഡ്. ഇറക്കി വിടുവാനുള്ള അധികാരം ഉടമസ്ഥനുണ്ട്. മനസ്സിലായോ? ആകാശത്തെ വിരിച്ചത് ദൈവമാണോ? എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുള്ള മറുപടി ഭൂമിയിൽ തന്റെ ജനത്തെ എത്തിക്കാതെ അവൻ കള്ളനായി മേഘങ്ങളെ കയറി അതിനെ കെട്ടി. ഉടമസ്ഥൻ ചോദിക്കുകയാണ്, നീ ആര് പറഞ്ഞിട്ടാ ഇവിടെ കയറിയത്? യെസ്, ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞു കൊള്ളണം. വിരിച്ച ദൈവം, ആകാശത്തെ വിരിച്ച ദൈവം. അങ്ങനെങ്കിൽ അന്തരീക്ഷ മണ്ഡലത്തോട് കൽപ്പിക്കുവാനുള്ള അധികാരം തന്റെ മക്കൾക്കുണ്ട്. അതുകൊണ്ടാണ് ഏലിയാവ് ചെന്ന് ഒരു ഇസബേലിന്റെയും ഒരു ആഹാബിന്റെയും മുമ്പിൽ ചെന്ന് പറയുന്നത്, ആകാശത്തെ വിരിച്ച ദൈവമാണ് എന്റെ ദൈവം. ആ ദൈവത്തിന്റെ നാമത്തെ രാജാവേ നിന്നോട് ഞാൻ പറയുന്നു. എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞല്ല, അതിന് മഞ്ഞ് പെയ്യത്തില്ല, മഴ പെയ്യത്തില്ല. മഴ പെയ്യ്ക്കുന്ന ദേവനെ കൊണ്ടുവന്ന് സകല പൂജകളും ചെയ്തു. 3.5 വർഷം ആകാശം ഇരുണ്ടു. എന്നാൽ ഏലിയാവ് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആകാശത്തിന്റെ മേൽ അധികാരമുള്ളവനോട് ദൈവം മഴ പെയ്യിച്ചിറക്കി. ആകാശത്തെ വിരിച്ച ദൈവം. അടുത്തത് ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും, ഭൂമിക്ക് അടിസ്ഥാനമിട്ട ദൈവം. നേരം പറയുക, നമ്മൾ പാർക്കുന്ന വീടിന്റെ അവിടെ എന്തോ കുഴപ്പമുണ്ട്. നമ്മൾ പാർക്കുന്ന വീടിന്റെ അവിടെ എന്തോ കുഴപ്പമുണ്ടോ? കുഞ്ഞ്, നിന്റെ ദൈവമാണ് നീ പാർക്കുന്ന ഭവനം പണിതിരിക്കുന്ന ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടേക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നീ പാർക്കുന്ന ഭവനം വെച്ചിരിക്കുന്ന ഭൂമിക്ക് അടിസ്ഥാനമിട്ടിരിക്കുന്നത് ഈ ദൈവമാണ്, എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവം എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം തെറ്റിപ്പോയിരിക്കുന്ന പിശാചേ, ഞാൻ പാർക്കുന്ന മണ്ണിന്റെ മേൽ നിനക്ക് അധികാരമില്ല. നിനക്കധികാരമില്ല. നീ പാർക്കുന്ന മണ്ഡലത്തിൽ മണ്ണിന്മേൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയോട് പറയണം, ഈ അടിസ്ഥാനമിട്ട ദൈവമാണ് എന്റെ ദൈവം. പവർ പവർ. കണ്ടോ? എന്നിട്ട് അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ, വളരെ ശ്രദ്ധിക്കണം. എന്താണ്? മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ ആക്കി വെച്ചു, അല്ലേ? നിർമ്മിച്ചു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട് ഉള്ളിൽ നിർമ്മിച്ചാക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഈ ഉള്ളിൽ നിന്ന് ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ? പ്രാണൻ പോയി കഴിഞ്ഞാൽ എന്താവും? പറഞ്ഞേ, എന്ത്? പേടിയാ? പേടിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ശവം മരിച്ചു, അല്ലേ? നീ മരിച്ചു. അന്നേരമാണ് ചിലരൊക്കെ പറയുന്നത്, നിന്നെ ഞാൻ വാഴിക്കത്തില്ലടാ, നിന്നെ ഞാൻ വാഴിക്കത്തില്ലടാ, വെച്ചേക്കത്തില്ലടാ, അങ്ങനെ ചെയ്ത് കളടാ, ഇങ്ങനെ ചെയ്ത. അധികാരമുള്ള ഒരു രാജാവ്, അധികാരമുണ്ടല്ലോ, രാജാവിന് അധികാരമുണ്ടല്ലോ, പാവപ്പെട്ട ഉപദേശിയെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടു.
വരുന്നുണ്ടോ? ഇതൊക്കെ എടുത്ത് വായിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. അധികാരമുണ്ട്. ആ അധികാരമുള്ള രാജാവ് എന്ത് ചെയ്തു? ആ രാജാവിന്റെ പേരെന്താ? ആകെ കുഴപ്പമായി മോനെ. ആ രാജാവിന്റെ പേരെന്താ? എന്താ? ഉറക്കെ പറഞ്ഞു. ശരിയാന്ന്. ഹേരോദാവ്. എന്ത് പേടി? എന്താ? തോപ്പിക്കത്തൊന്നുമില്ല, ജയിപ്പിച്ച് തന്നെ ഇന്ന് വിടും. ഓൾ മോശം കൊടുത്തു വിട്ടു, ഓൾ പാസാ. ഹെരോദാവ് പറയുക, നേരെ അധികാരമുണ്ട്. എന്നിട്ട് എവിടെ കൊണ്ടുപോവുക? പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എടുത്ത് വായിക്കണ്ട, 12-ാം അധ്യായത്തിലുണ്ട്. എന്താ പറഞ്ഞത്? ജയിലിൽ കൊണ്ടിട്ടു അല്ലേ? 3 കാവലിന്റെ അകത്ത് കൊണ്ടിട്ടു. 2 പടയാളികളെ ഇടത്തും വലത്തും നിർത്തി. 4 ചേവകരുള്ള 4 കൂട്ടത്തെ ഓരോ വാതിലിന്റെ അടുക്ക കൊണ്ട് നിർത്തി. എന്നിട്ട് രാജാവ് പറയുകയാണ്, നാളെ ഈ നേരത്ത്, നിങ്ങൾ എന്നോടൊപ്പം വരുന്നുണ്ടോ? നാളെ ഈ നേരത്ത് നിന്റെ തല ഞാൻ അറുത്തു മാറ്റും. അധികാരമില്ലാഞ്ഞിട്ടാണോ? ഹെരോദാവേ, പത്രോസിന്റെ ഉള്ളിൽ ആത്മാവിനെ കൊടുത്തത് നീയല്ല. പത്രോസിന്റെ ഉള്ളിൽ ആത്മാവിനെ കൊടുത്തത് നീയല്ല. പിന്നെ ആരാ? ആകാശത്തെ വിരിച്ചവനാ. പിന്നെ ആരാ? ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനാ. പിന്നെ ആരാ? അത്യുന്നതനാണ് മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവിനെ ആക്കിയത്. ഹെരോദാവ് മറുസൈഡ് ചെയ്ത് പറയും, അതൊക്കെ നേരായിരിക്കും. പക്ഷേ ഇന്ന് എന്റെ സാമ്രാജ്യത്തില്, എന്റെ ബലമുള്ള കാരാഗ്രഹത്തിന്റെ അകത്ത് നീ, അതൊക്കെ നേരായിരിക്കും. എന്റെ പട്ടാളത്തിന്റെ കഴിവുള്ളവരുടെ നടുവിലാണ് നീ നിൽക്കുന്നത്. നീ രക്ഷപ്പെട. ഉടയവൻ പറയുക, ഈ ചങ്ങല പൊട്ടിച്ച് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരാം. നിന്റെ പ്രാണനെ ആയുസ് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞവന്റെ കയ്യിലല്ല ഇരിക്കുന്നത്, അത്യുന്നതനാണ് എന്റെ ഉള്ളിൽ എന്റെ ആത്മാവിനെ തന്നത്. നിന്നെ പുറത്തു കൊണ്ടുവരാൻ അവൻ ശക്തനാണ്. നിന്റെ ആയുസ് തീർന്നിട്ടില്ല എങ്കിൽ ആരും നിന്നെ അകത്താക്കിയാലും പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവം ശക്തൻ. ശിവന്റെ നാമത്തിൽ. അന്നേരം ഈ അത്യുന്നതൻ ആരാണ്? ഓ, എന്റെ ഉള്ളിൽ ആത്മാവിനെ തന്നവൻ. എന്നിട്ടും എന്തൊരു ജീവനില്ലാതെ. അന്നേരമാണ് ഒരു പനി വന്നത്, അന്നേരമാണ് ഒരു നടുവേദന വന്നത്. എൻ്റെ പാസ്റ്ററെ, പനി ഇങ്ങനെ കൂടെ കൂടെ വരുന്നുണ്ട്. ഒന്ന് മാറി ടാബ്ലറ്റ് കഴിച്ചു, അന്നേരം പോയായിരുന്നു, പിന്നെയും പനി വന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലെ ആരോ, ഞങ്ങളുടെ എന്നെ ബന്ധത്തിൽപ്പെട്ട ആളുടെ, അവരുടെ വീടിൻ്റെ അയലോക്കത്തിൽ ഉള്ള താമസിക്കുന്ന ആർക്കാണ്ട് ഇങ്ങനെ കൂടെ പനി വന്നായിരുന്നു. അവർ എന്ന് നോക്കിയപ്പോഴാണ് അവർക്കൊരു മാരക രോഗം ബ്ലഡിലുണ്ട്. ഡോക്ടർ പറഞ്ഞു ഇനി ജീവിക്കത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. എല്ലാ കുഞ്ഞെ ഡോക്ടറിന്റെ കയ്യിലുമല്ല, ആയുസ് തന്നിരിക്കുന്ന ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നേരം നോക്കിക്കേ, നേരം നിന്റെ ശരീരത്തിലെ ചില രോഗം കണ്ട് നീ പേടിക്കണ്ട. അത് മരണത്തിനല്ല കുഞ്ഞെ, അത് മരിക്കത്തില്ല കുഞ്ഞെ, അത് ദൈവനാമ മഹത്വത്തിനാണ്.
ആ രോഗം കൊണ്ട് തീരാനുള്ളതല്ല, ആയുസ് തന്നിരിക്കുന്നത് എൻ്റെ ദൈവമാണ്. ആയുസ് എന്ന് വരെ തന്നിട്ടുണ്ടോ അന്ന് പ്രാണൻ നിന്റെ എന്ന് അവൻ അനുവദിക്കാതെ വേർപിരിയത്തില്ല. ഞാൻ അത്രയും പറഞ്ഞ് മുന്നോട്ട് പോവുക, സമയം പോവുക. പ്രൈസ് ദി ലോർഡ്. ഈ അത്യുന്നതിനോടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പറ്റിയിരിക്കേണ്ടത്. പറ്റിയിരിക്കുമ്പോഴാണ് വിടുതൽ കിട്ടുന്നത്. ഇനി വിടുതൽ അങ്ങ് ചുമ്മാതെ കൊണ്ട് തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ അത്യുന്നതിനോട് പറ്റിയിരുന്നാൽ നമുക്ക് ചില പവറുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചില പവറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരോട്? ഈ അത്യുന്നതനോട്. അത്ര പേര് മനസ്സിലായോ? ഇനി ആ 91 സങ്കീർത്തനത്തിന്റെ 13 വാക്യം, ആ പവർ എന്താണെന്ന് നോക്കാം. 91 സങ്കീർത്തനത്തിന്റെ 13. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. നോക്കിക്കാ, പവർ എന്താണ്? പ്രൈസ് ദി ലോർഡ്. എടുത്തില്ലേ? 93:1 വാക്യം. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തു, എടുക്കാൻ താമസം വന്നാൽ ഡയറിയിൽ അങ്ങ് നോട്ട് ചെയ്തു. ഏതെങ്കിലും ഡിസ്പ്ലേ വരുന്നുണ്ടല്ലോ, നിങ്ങളത് വായിക്കുക. വീട്ടിൽ ചെന്നിട്ട് അതൊന്നുകൂടെ വായിക്കുക. എന്താണ് പവർ? ഈ അത്യുന്നതനോട് കൂടെ നിന്നാൽ നമുക്ക് കിട്ടുന്ന പവർ എന്താ? ഓ, ഒന്ന് പറഞ്ഞേ. സിംഹത്തിന്റെ മേലും അണലിമേലും ആര് ചവിട്ടും? ആര് ചവിട്ടും? നീ ചവിട്ടും. അങ്ങനെ സങ്കീർത്തന എഴുത്തുകാരൻ പറഞ്ഞു. അവിടെ നമുക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് പറയാം. ആര് ചവിട്ടും? ഞാൻ ചവിട്ടും. പ്രൈസ് ദി ലോർഡ്. എന്താ ചവിട്ടും? സിംഹത്തിന്റെ മേലും അണലിമേലും ഞാൻ ചവിട്ടും. പ്രൈസ് ദി ലോർഡ്. അന്നേരമാണ് ഈ എന്തൊക്കെയോ ഒരു കുഴപ്പം. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ച് ശാസിക്കുക. അങ്ങനെയാന്ന് പറഞ്ഞേക്കുന്നത്. ഹലോ, ആര് ചവിട്ടുമെന്നാ? അന്നേരം നമ്മൾ പ്രാർത്ഥിച്ചാലും വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനൊരു ഗസ്റ്റ് സ്പീക്കർ ഒന്നും വേണ്ട, ഗസ്റ്റ് പാസ്റ്റർ വേണ്ട, നിങ്ങളുടെ ലോക്കൽ ചർച്ചിലെ പാസ്റ്ററും വേണ്ട. നമുക്ക് പവർ ഉണ്ടെന്നേ. നിങ്ങൾ ഈ പവറിൽ വരാത്തതാ കുഴപ്പം. എവിടെ ചവിട്ടും? സിംഹത്തിന്റെ മേലും അണലിമേലും എന്ന് പറഞ്ഞ നാളെ പാസ്റ്ററിനെ കൂടാതെ ഒന്നും പോയി ആരുടെ മേലൊന്നും ചവിട്ടാനും ഒന്നും പോയേക്കരുത്. അതൊക്കെ വേറെ തലങ്ങളില്ല. വേഗത്തിൽ ആരുടെ മേൽ കൈയൊന്നും വെക്കരുത്. അതൊക്കെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമുക്ക് നമ്മുടെ മേൽ അധികാരമാണ്. നമുക്ക് നമ്മുടെ മേൽ അധികാരമുണ്ട്. എൻ്റെ ശരീരത്തിൽ പിശാച് ദണ്ഡിപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ പറയണം, ഞാൻ അത്യുന്നതന്റെ മറവിലാണ്, എനിക്ക് അധികാരമുണ്ട്. ഞാൻ ഈ രോഗത്തെ ചവിട്ടുന്നു, ഞാൻ ഈ വേദനയെ ചവിട്ടുന്നു. ഇനി ഇത് എൻ്റെ മേൽ വാഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ രോഗബന്ധനമേ, നീ എൻ്റെ ശരീരത്തിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന് അഴിഞ്ഞു മാറ എന്ന് പറയുവാൻ അത്യുന്നതന്റെ മറവിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതല്ല ദൈവ ഗിഫ്റ്റ് തന്നിരിക്കുക. എന്നിട്ട് പറഞ്ഞത് കണ്ടോ, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ഇതാർക്ക് കിട്ടുന്നതാണ്? അത്യുന്നതന്റെ മറവിൽ. ഇത് എന്തുവാ? സിംഹമുണ്ടോ പാമ്പുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ഒരു പരാമർശത്തെക്കുറിച്ച്, പിശാചിനോട് ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം. അതിനെക്കുറിച്ചുകൂടെ ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് താഴോട്ട് വന്നാലേ ആ വാക്യത്തിന്റെ ഒരു പവർ നമുക്ക് വരത്തുള്ളൂ. ഓക്കെ, എടുക്കാം. 1 പത്രോസ് 5-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. 1-2 വാക്യം പെട്ടെന്നൊന്ന് വായിച്ചു തരണേ. 1 പത്രോസ് 5:8. ഉണർന്നിരിപ്പേൻ. അന്നേരം ഈ അധികാരം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതിനെ ജയിക്കണോ? 8 ശരിയാ മോനെ. 8-ാമത്തെ വാക്യം. അതിന്റെ മുന്നിലത്തെ ഒരു സെന്റൻസ് കൂടെ ഉണ്ട്. നിക്കേ, അന്നേരം മനസ്സിലായോ എന്താ വേണം? ഹലോ, ക്ഷീണിച്ചോ? ഈ പ്രസംഗം തന്നെ കേട്ടിരിക്കുന്നതിനും ബോറടിക്കുന്ന പറഞ്ഞ ഒരു 4 വരി പാട്ട് ഇടയ്ക്ക് പാടാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിങ്ങളുടെ മനസ്സ് ഇവിടെ വേണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഫാസ്റ്റായിട്ട് പോകാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, 1 മണിക്കൂർ കൊണ്ട് അങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ നമ്മുടെ അകത്ത് കയറണം. ഈ 25 ഞാൻ വന്നപ്പം തുടങ്ങി കണ്ട ഈ ഒരു പ്രോമിസ് വാക്യം ഉണ്ടായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ഈ സഭയോടുള്ള ദൂതായിരുന്നോ? പ്രാർത്ഥിച്ചപ്പം ദൈവം തന്നതല്ലേ? ഞാനത് കണ്ട അത് പ്രാപിക്കണം.
അത് പ്രാപിക്കണമെങ്കിൽ നമ്മൾ വരേണ്ട വഴികളെ കുറിച്ചൊക്കെയാണ് ഈ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താണ്, എന്ത് ചെയ്യണം? ഞാൻ അത്യുന്നതന്റെ മറവിൽ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കമ്പിളിയൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ കിടന്നാലൊന്നും കൃപ കിട്ടത്തില്ല. എന്താ വേണം? ഒന്ന്, എന്ത് വേണം? നിർമ്മതരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്താ വേണം? നല്ല മനസാക്ഷി വേണം. ആരോട്? ദൈവത്തിന്റെ മുമ്പിൽ നല്ല മനസാക്ഷി വേണം. അങ്ങനല്ലേ പറയുന്നത്? ദുർമനസാക്ഷി നീങ്ങുമാർ. ഈ ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെ ആരാധിക്കേണ്ടത്? ദുർമനസാക്ഷി നീങ്ങുമാർ. അത്യുന്നതന്റെ അടുക്കൽ ആരാധിക്കാൻ നമ്മൾ വരുമ്പോൾ എങ്ങനെയാണ്? ദുർമനസാക്ഷി നീങ്ങുമാർ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്ത് വെച്ചിട്ടുണ്ട്? CCTV ക്യാമറ വെച്ചിട്ടുണ്ട് അല്ലേ? പാസ്റ്റർ വിടില്ല, ഇവിടെ ആരുമില്ല. അന്നേരം ഇങ്ങനെ ഒരാൾക്കൊരു ചിന്ത വന്നു, എന്താ, എനിക്കൊന്ന് ഹോളിൻ്റെ അകത്ത് കയറി ആ ഓർഗനൊന്ന് വായിച്ചു നോക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരും കാണാതെ കതകൊക്കെ പതുക്കെ തുറന്ന്, കതക് ഫുള്ള് തുറക്കത്തില്ല, എവിടെ കതകോ ജനലോ തുറന്ന് അകത്ത് കയറി ആരും കാണാതെ ഇതിങ്ങനെ വന്നിങ്ങനെ വായിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആര് കണ്ടുപിടിച്ചു? ഈ ക്യാമറ കണ്ടുപിടിച്ച്. അത് നിങ്ങളുടെ ബോഡിയുടെ ചലനങ്ങളാണ് കണ്ടുപിടിച്ചത് അല്ലേ? അല്ലേ? ഇതിനെ മറച്ചു വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിയമം നമുക്ക് തന്നിരിക്കുന്നു. വണ്ടി 80 മൈൽ സ്പീഡ്, 70 മൈൽ സ്പീഡ്, 60 മൈൽ സ്പീഡ് തന്നിരിക്കുന്നു. നമ്മളിങ്ങനെ വീട്ടിങ്ങോട്ട് വരുന്ന പറഞ്ഞേ നമ്മൾ പോലും അറിയത്തില്ല. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ മൊബൈലിൽ 2 ഡിങ് ഡിങ്. എന്താണ്? നിങ്ങൾ പോയത് ഓവർ സ്പീഡാ അല്ലേ? നിനക്ക് അനുഭവിച്ചിട്ടില്ലേ? ഭാഷ അടച്ചിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ് അല്ലേ? അന്നേരം നമ്മുടെ ഫിസിക്കൽ ചലനങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നതാണ് ഈ ക്യാമറ. പക്ഷെ അത്യുന്നതിന് ഒരു ഗുണം കൂടെ ഉണ്ട്, ഒരു ക്വാളിറ്റിയോട്. എന്താണെന്നറിയാമോ? നീ നിർമ്മതരോട് ഞാൻ പറയുക. നിങ്ങൾ പറയാം, എൻ്റെ ഭാഷയെ എനിക്കാരോടും കള്ളമില്ല, കപടമില്ല, എനിക്കാരോടും പിണക്കമില്ല, ഭിന്നതയില്ല, ഒന്നും നിങ്ങൾ പറയുക. ഞങ്ങളങ്ങ് വിശ്വസിച്ചു. 2 പേര് വഴക്കുണ്ടാക്കി, ചെറിയ സൗന്ദര്യം പിണക്കം. പാസ്റ്ററിൻ്റെ അടുത്ത് വന്നു. പാസ്റ്റർ ഇതിനെ 2 പേരെയും രമ്യതപ്പെടുത്തി അങ്ങനാണെങ്കിൽ ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് പിരിയാൻ പറഞ്ഞ് നിങ്ങളങ്ങ് പിരിഞ്ഞു. പ്രൈസ് ഒന്നുമില്ല. നമ്മൾ വിചാരിച്ചൊന്നുമില്ലെന്ന്. നിങ്ങളും കണ്ടുനിന്ന് സാക്ഷി നിന്നവരും വിചാരിച്ചൊന്നുമില്ലെന്ന്. എന്നിട്ട് നമ്മളിങ്ങനെ ആരാധിക്കുക. പാസ്റ്റർ ഇങ്ങനെ 5 മണി വരെയും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഉപവാസ പ്രാർത്ഥനയെ തീയിറങ്ങണമേ, തീയിറങ്ങണമേ. അയ്യോ, ഇത്രയും ചെലവാക്കി ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ടും ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നില്ല. പാസ്റ്റർക്ക് വലിയ നിരാശയായി, വിശ്വാസികൾക്ക്, ഒരുക്കമുള്ളവർക്ക് നിരാശയായി. എന്താ ഇതിൻ്റെ കാരണം? അങ്ങനെ ഇരുന്നപ്പോൾ ഈ ക്യാമറകളിൽ പതിയാത്ത അഗ്നിജാലക്കൊത്ത് കണ്ണുള്ള എൻ്റെ അത്യുന്നതൻ്റെ കണ്ണിൽ പെട്ടു. അതാ സങ്കീർത്തനക്കാരൻ 139 പറയുന്നത്. യഹോവേ, ഉറക്കെ പറഞ്ഞേ, വായിക്കണ്ടേ, എടുത്ത് വായിക്കണ്ടേ, ഉറക്കെ പറഞ്ഞാൽ മതി, കാണാപ്പാടല്ലേ. നീ എന്നെ ശോധനയിൽ അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണമൊക്കെയും നീ ദൂരത്തു നിന്നറിയുന്നു. ഈ ക്യാമറകൾ നിന്റെ ചലനങ്ങൾ കാണുന്നുവെങ്കിൽ അത്യുന്നതൻ നിന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററെ, എനിക്ക് കൃപ വേണം. എനിക്ക് പാമ്പുകളെ തേളുകളെ ചവിട്ടുവാനുള്ള അധികാരത്തെ വേണം. എനിക്ക് ബാലസിംഹത്തെ പെരുമ്പാമ്പിനെ മേധിക്കുവാനുള്ള അധികാരം വേണം. പക്ഷേ കുഞ്ഞേ, വചനം പറയുന്നു, നീ നിർമ്മതരായിരിക്ക്. ഉപവാസ പ്രാർത്ഥന, എനിക്കൊരു വിടുതൽ വേണോ? നീ നിർമ്മതരായിരിക്ക്. നിർമ്മതരാണ്. ദുർമന കപടം മാറണം, കള്ളത്തരം മാറണം. എവിടെ? ഹൃദയം, നല്ല മനസാക്ഷി.
അങ്ങനല്ലേ റോമർ പറയുന്നത്? ഞാനങ്ങ് പറഞ്ഞേക്കാം. പ്രൈസ് ദി ലോർഡ്. 12:1 പറയുന്നു, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ആർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. എന്താ വേണം? ഓ ഹലോ, പ്രൈസറോ, അനുഗ്രഹം വേണ്ടായോ? വേണ്ടായോ? എൻ്റെ പാസ്റ്റർ ഇവരോടുള്ള അനുഗ്രഹവും വേണ്ടാന്ന് തോന്നുന്നു. വേണ്ടായോ? വേണം. അങ്ങനെ അതിൻ്റെ ഒരു ഒരുക്കം വേണ്ടായോ? പ്രൈസറോ, ആദ്യം കൊണ്ടുവന്ന് അങ്ങ് ചോറ് വിളമ്പോ. നിങ്ങളിപ്പോൾ നാളെ ആർക്കാണ് നിങ്ങളുടെ എന്തോ എസ്റ്റേറ്റ് മാനേജറുടെ മോൻ്റെ കല്യാണമാണ്. ഓക്കെ. അന്നേരം അവിടെ ചെല്ലുന്നുണ്ട്, ആദ്യം ചോറന്നോ? ആദ്യം എന്താ ഇലയാണ് ഇടുന്നത് അല്ലേ? ആദ്യം ചോറല്ലേ? അത് ഒരു ഒരുക്കമുണ്ട്. ആദ്യം നിങ്ങൾ ഇരുത്തും. ചുമ്മാ ഇരുത്തിയിട്ട് നിങ്ങളുടെ സീറ്റിൽ കൊണ്ടുവന്ന് ഇലയിടും. ആ ഇലയിട്ട് കഴിയുന്ന നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇല നിങ്ങളുടെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താ? ഉള്ളത് ആദ്യം ഫസ്റ്റ് ചെയ്യുന്നത് എന്താ? എന്താ ചെയ്യുന്നത്? നമ്മളത് കൈ കൊണ്ടോ ഒന്ന് അല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ടോ ഒന്ന് തൂത്ത് നമ്മൾ ഒന്നുകൂടെ ശുദ്ധിയാക്കും. ഈ ഉപവാസം എന്നൊക്കെ പറയുന്നത് ഇതാ, ഒരു ശുദ്ധീകരണമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റത്തില്ല. ഇല്ല, പറ്റത്തില്ലെന്ന്. ശുദ്ധീകരണമാണ് ആവശ്യം. ഈ ഉപവാസം അതിനാ. ഇനി ഈ ശുദ്ധീകരണം ഉണ്ടായ ആത്മാവ് ഇങ്ങനെ നമ്മുടെ നടുവിൽ ഇങ്ങനെ, പ്രൈസ് ദി ലോർഡ്, ആത്മാവ് പാദോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ട് കടപ്പാൻ വയ്യാത്ത ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ ഒരുക്കം വേണം. പ്രൈസ് ദി ലോർഡ്. അതൊന്ന് വിശദീകരിച്ച് അതൊന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി കഴിയുമ്പോൾ ആദ്യം കൊണ്ടുവന്ന് ഉപ്പ് വിളമ്പി ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവന്ന് വെച്ച് എല്ലാം വെച്ച് അവസാനം ചോറിൻ്റെ അകത്ത് കറിയൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴാണ് നമ്മളൊന്ന് കഴിക്കാൻ തുടങ്ങുന്നത്. അങ്ങനല്ലേ? പ്രൈസ് ദി ലോർഡ്. അന്നേരം എന്താ വേണം? നിങ്ങൾ നിർമ്മതരായിരിക്കണം. ആരുടെ മുമ്പിൽ? ദൈവത്തിൻ്റെ മുമ്പിൽ. നിരൂപണങ്ങളെ അറിയുന്ന ഒരു ദൈവം. എന്നിട്ട് അടുത്തത് പറയുന്നു, നിർമ്മതരായിരിക്കണം. പിന്നെ 2, ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുവാൻ യേശു ശിഷ്യന്മാരുമായിട്ട് പോയി. ഒരു സെപ്പറേറ്റ് പ്രാർത്ഥന യേശുവിന് ആവശ്യമായിരുന്നു. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. യേശു അല്പം കൂടെ മുന്നോട്ട് പോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഒരു സെക്ഷൻ കഴിഞ്ഞ് യേശു മടങ്ങി വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞവർ ഉറങ്ങുകയാണ്. കർത്താവ് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ഉണർന്ന് പ്രാർത്ഥിക്കണം. യെസ്, ഇന്ന് തുടങ്ങി നമുക്കൊരു പ്രാർത്ഥന ജീവിതം വേണം. ചിലതിനെ നിനക്ക് ചവിട്ടണമെങ്കിൽ, ചിലതിനെ നിനക്ക് ജയിക്കണമെങ്കിൽ നിന്റെ ജീവിതം ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ വരണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കഴിഞ്ഞിട്ട് അടുത്തത്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. എങ്ങനെയാ വരുന്നത്? ആരാ? പ്രതിയോഗി. അയപ്പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. എന്ത് ചെയ്യുന്നു? പറഞ്ഞേ. തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. നടന്നപ്പോ എവിടെ വന്നു? ഹലോ, എവിടെയും വന്നു? നമ്മുടെ വീട്ടിലും വന്നു. എവിടെ വന്നു? നമ്മളെ വീട്ടിൽ വന്നു. 92-ാം സങ്കീർത്തനത്തിൽ അതിന് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. 121-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചുറ്റി നടന്നപ്പോഴൊക്കെ നമ്മളെ പിടിക്കാതിരുന്നതിന്റെ കാര്യം അവൻ നമ്മുടെ പരിപാലകനായി ഇരുന്നത് കൊണ്ട്.
പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ രക്ഷകനായിട്ടിരുന്നത് കൊണ്ടാണ് അത് ചുറ്റി നടന്നപ്പോഴും നിന്നെ തൊടാതിരുന്നത്. ഇയ്യോബേ, നിന്നെ തൊടാതിരുന്നത് ഇയ്യോബ് വേലി കെട്ടി സൂക്ഷിച്ചു. ഇയ്യോബ് വേലിക്കല്ല് നാട്ടി തമ്പുരാൻ വേലി കെട്ടി സൂക്ഷിച്ചത് കൊണ്ട് ഒരു ദുഷ്ടനും തൊടുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലക്കാലം തൊടാതിരിക്കണമെങ്കിൽ നിനക്കൊരു ഹൃദയം, നല്ല മനസാക്ഷിയുടെ നിർമ്മതരയുടെ ഒരു ഹൃദയം, ഒരു ഉണർവ് നമുക്ക് വേണം. പ്രതിയോഗിയാകുന്ന പിശാച് ആരെ വിഴുങ്ങേണ്ടെന്ന പാപത്തിൽ അവൻ നടക്കുമ്പോൾ അതിനെ ജയിക്കുവാൻ സിംഹം എന്ന പോലെ അവൻ ചുറ്റി നടക്കുമ്പോൾ അതിനെ ജയിക്കുവാൻ ഒരു ദൈവകൃപ നമുക്ക് വേണം. രണ്ടാമത്തെ ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. മുഴുവൻ കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അന്നേരം അവൻ ഇപ്പൊ ഇവിടെ ചുറ്റി നടക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ എവിടെ കയറിയെന്നറിയാമോ? ഞാൻ അതൊന്നും വായിക്കാൻ സമയമില്ല. അവൻ എവിടെ കയറിയെന്നറിയോ? ദൈവം സൃഷ്ടിച്ചാക്കിയ ഏദൻ തോട്ടത്തിന്റെ ദൂരെ കയറിയോ? അന്നേരമാണ് ദൈവം എന്നും ഇറങ്ങി വരുന്ന, സന്ധ്യ സമയത്ത് ഇറങ്ങി വരുന്ന ഏദൻ തോട്ടത്തിൽ ഓൻ കയറി. അന്നേരമാണ് ഒരു ബന്ധമില്ലാത്ത നമ്മളെ വെച്ചേക്കൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഇതിനെ ജയിക്കാൻ ദൈവം പറയുന്നു, ഞാൻ നിനക്ക് കൃപ തന്നിരിക്കും. 2 വാക്യം കൊണ്ട് വായിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വന്നേ. 10-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. യാക്കോബ് 4:7. 2 വാക്യം വായിച്ചിട്ട് ഞാൻ മുന്നോട്ട് വേഗത്തിൽ വരിക. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാമത്തെ വാക്യം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങളെ ഒരിക്കലും ദോഷം വരുത്തുകയില്ല. നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തത്തില്ല. കണ്ടോ? ഈ അധികാരം മേടിച്ചോണം. പ്രൈസ് ദി ലോർഡ്. എവിടുന്നാ കിട്ടുന്നത്? ഈ അധികാരം അത്യുന്നതനിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ അധികാരം മേടിച്ചു കൊള്ളണം. ഒരിക്കലും ഒരു ദോഷം വരുത്തത്തില്ല. ഇവൻ ദോഷം വരുത്താനാ നടക്കുന്നത്. ദോഷം വരുത്തത്തില്ല. കാരണം അത്യുന്നതന്റെ മറവിലാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് 4:7 പെട്ടെന്ന് വായിച്ചു മുന്നോട്ട് പോയി. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. കണ്ടോ? ഈ അധികാരം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം. എന്താ കീഴടങ്ങേണ്ടത്? നിങ്ങളുടെ ഹൃദയത്തിന്റെ മനോഭാവങ്ങളും നിലകളും മാറ്റണം. ദൈവത്തിന് നിങ്ങൾ കീഴടങ്ങുവീൻ. എന്നിട്ട് അടുത്തത്, നിങ്ങൾ പിശാചിനോട് എതിർത്തു നിൽപ്പീൻ. നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ വരുന്ന പിശാചിനോട് പറയണം. പൗലോസിന്റെ ഭാഷ ഉപയോഗിച്ചോണം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. പൗലോസ് പറയുന്നതിനോട് പറയണം, എന്റെ ബലഹീനതയെ തികഞ്ഞു വരുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം എന്റെ മേൽ വ്യാപരിക്കുക. ഇത് കിട്ടണമെങ്കിൽ നീ ദൈവത്തോട് കീഴടങ്ങണം. എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അധികാരം കിട്ടി. ഇത്രയും വരെ കിട്ടിയോ? ഇനി നമ്മൾ വായിച്ച അനുഗ്രഹത്തിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി 14-ാമത്തെ വാക്യത്തിലേക്ക് വന്ന് 14. പെട്ടെന്ന് 14-ാമത്തെ വാക്യം പറയുന്നു. അവൻ എന്നോട്, ഇനി ഉറക്കെ ഒന്ന് പറയണേ, അവൻ എന്നോട്
പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. വിടുവിച്ച വേദപുസ്തകത്തിലെ ചില ഭക്തന്മാരെ കാണിക്കുക, നമ്മുടെ അനുഭവം കൂടെ കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. ഇത്രയും ഒന്ന് മനസ്സിലായോ? ഹലോ, പ്രൈസ് ദി ലോർഡ്. ജീവൻ വെക്കുന്നു, വിടുതൽ കിട്ടാൻ പോയി. ഇനിയും നിങ്ങൾ പവറായിട്ട് നിന്നില്ലെങ്കിൽ കേറി. പ്രൈസ് ദി ലോർഡ്. എത്തിക്കണം. ഒന്ന്, ഞാൻ അവനോട് പറ്റിയിരിക്കിയാൽ അവൻ എന്നെ വിടുവിക്കുക. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് വന്നേ. ദാനിയേലിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിക്കാം. ദാനിയേൽ 3-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന്, ഞങ്ങൾ സേവിക്കുന്ന ദൈവം. ആ ദൈവം ഏതാ? പെട്ടെന്നൊന്ന് പറഞ്ഞേ. വായിക്കണ്ട, പഠിച്ചത് നമ്മൾ പഠിച്ചല്ലോ. ആ ദൈവം ഏതാ? നമ്മൾ പറഞ്ഞു. അതാണ് അത്യുന്നതൻ. അതാണ് അത്യുന്നതൻ. ആ ദൈവത്തിന്റെ ക്വാളിറ്റി നമ്മൾ വായിച്ചല്ലോ. ആകാശത്തെ വിരിച്ചവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, ഭൂമിയിലെ പൊടിയെ നാഴിക്കുള്ളിലാക്കുന്നവൻ, സമുദ്രത്തിന്റെ ജലത്തെ കൈക്കുമ്പിളിക്കൊണ്ടുവരുന്നവൻ, പർവ്വതങ്ങളെയും കുന്നുകളെയും വെള്ളിക്കോൽ കൊണ്ട് തൂക്കി നോക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ആകാശത്തെ വിരിച്ചവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവിനെ സൃഷ്ടിച്ചാക്കിയവൻ. പ്രൈസ് ദി ലോർഡ്. എന്താണ്? പ്രൈസ് ദി ലോർഡ്. ആ ദൈവമാണ് അത്യുന്നതൻ. അതുകൊണ്ടാണ് ദാനിയേൽ ഇവിടെ പറയുന്നു. എന്താണ് പറഞ്ഞത്? വായിച്ചു മോനെ ഒന്നുകൂടെ. ഞങ്ങൾ സേവിക്കുന്ന ദൈവം. ഇപ്പൊ ഒന്ന് പറഞ്ഞേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം. എപ്പോഴും പറഞ്ഞേ, എവിടെ? എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ തന്ന എന്റെ ദൈവം. ഞാൻ പാർക്കുന്ന ഭൂമിക്ക് അടിസ്ഥാനമിട്ട എന്റെ ദൈവം. ഞാൻ പാർക്കുന്ന ആകാശം, ഞാൻ താമസിക്കുന്ന പാർക്കുന്ന ഭൂമിയുടെ ഉപരിതലങ്ങളിലുള്ള ആകാശത്തെ വിരിച്ച എന്റെ ദൈവം. ആ ദൈവത്തോട് 3 ബാലന്മാര് പറയുക, ഞങ്ങൾ സേവിക്കുന്ന ദൈവം. ഈ പകൽക്കാലം ഈ പ്രദേശത്തുള്ള ദൈവമക്കൾ ഒന്നിച്ചു പറയണം, ഞങ്ങൾ സേവിക്കുന്ന ദൈവം. ഈ സഭ ഒന്നിച്ചു പറയണം, ഞങ്ങൾ സേവിക്കുന്ന ദൈവം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് സേവിക്കുന്ന ദൈവത്തിന്റെ മുമ്പേ പറയണം, അന്ധകാരത്തിന്റെ ശക്തിയെ ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് നിനക്ക് ഞങ്ങൾക്കൊരു ദോഷം ചെയ്യുവാൻ നിനക്ക് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ സേവിക്കുന്ന ദൈവം വിട്ടുകളയരുത്. ആ ദൈവത്തെയാണ് ആരാധിക്കാൻ വന്നിരിക്കുന്നത്. ആ ദൈവത്തെ പ്രാപിക്കാനാണ് വന്നിരിക്കുന്നത്. ആ ദൈവത്തിന്റെ കൃപയാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. ആ ദൈവത്തിന്റെ ശക്തിയാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. ചിലരൊക്കെ നമ്മളോട് ചോദിച്ചിട്ടില്ലേ, ഇനി എന്തിനാ ഇങ്ങനെ തുള്ളുന്നു? ഞങ്ങൾക്കൊന്നും തുള്ളണമെന്ന് ആഗ്രഹമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്കൊന്നും തുള്ളണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഈ അത്യുന്നതിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വരുമ്പോൾ, ഞങ്ങളുടെ മൺകൂടാരത്തിൽ ആ ശക്തി ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അതാന്റെ ശക്തി ഞങ്ങളുടെ മേൽ അങ്ങ് വ്യാപരിക്കുകയാണ്. കാറ്റടിച്ച് നിറച്ച ഒരു ബോള്, കാറ്റടിച്ച നിറച്ച ഒരു ബോള്. പ്രൈസ്. ഫുട്ബോളൊക്കെ കളിച്ചിട്ടുള്ളവനെ അല്ലെങ്കിൽ കളിക്കുന്നത് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ ആ ബോള് നമ്മുടെ കയ്യിൽ ഒരിക്കലെങ്കിലും ഉപയോഗിച്ചവരല്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ ബോള് നമ്മൾ ഒന്ന് നിലത്തോട്ടിട്ടു. പ്രൈസ് ദി ലോർഡ്. ഇത് പലവട്ടം ഇത് ചാടും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? നമ്മൾ പലവട്ടം ചാടാനല്ല ഇട്ടത്, ഒന്ന് ചാടാനേ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ഇട്ടുള്ളൂ. ഇത് പലവട്ടം ചാടും. ചാടുന്നതിന്റെ കാരണം ഇതിൻ്റെ അകത്ത് ഒരു കാറ്റുള്ളത് കൊണ്ടാ. ഞങ്ങൾ ചാടുന്നതിന്റെ ആ കരസ്പർശനത്തിന്റെ, അവന്റെ വിരലിന്റെ ഒരു തുമ്പ്, അവന്റെ ശക്തിയുടെ ഒരു പങ്ക് ഞങ്ങളുടെ മേലേക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങ് അടങ്ങിയിരിക്കാൻ ശ്രമിക്കും. പക്ഷേ പറ്റത്തില്ല. ആ കാറ്റടിച്ച ബോള് നിലത്ത് കിടന്ന് തെറിക്കുന്ന പോലെ ആത്മാവിന്റെ ഒരു ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ ഈ മൺകൂടാരത്തിന് അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. ഇത് ആരുടെ മേലെ വരത്തുള്ളെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. കാറ്റടിച്ച് ബോള് കിടന്ന് തെറിക്കുന്നതിൻ്റെ കൂട്ട് എൻ്റെ അടുത്തിരിക്കുന്നവൻ തെറിച്ചല്ലോ, അതുകൊണ്ട് എനിക്കും തെറിക്കണമെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് യേശുവിനോട് കൂടെ മുട്ടി നടന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് നിന്നവരുണ്ട്, തൊട്ടവരുണ്ട്. പക്ഷേ
കർത്താവ് പറയുകയാണ്, എന്നെ ആരോ ഒരാൾ തൊട്ടു. എന്താ പറയുന്നത്? എന്നെ ആരോ ഒരാൾ തൊട്ടു. കേട്ടവ പറയുക, ഈ മനുഷ്യൻ എന്താ പറയുന്നത്? ആരോ ഒരാളല്ല തൊട്ടത്, നൂറുകണക്കിന് പേര് മുട്ടി തൊട്ട് പോകുകയാ. കുഞ്ഞേ, ആ തൊടലല്ലോ എന്നെ തൊട്ടു, എന്റെ ശക്തി അവരിലേക്ക് വ്യാപരിച്ചു. ഈ പകൽക്കാലം ആരെങ്കിലും അവനെ തൊട്ടാൽ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ ഒരു അത്യന്ത ശക്തി ഇറങ്ങും. ഓ, ഈ ശക്തി വ്യാപരിക്കുക. വിശ്വസിക്കുന്നവരുടെ വ്യാപരിക്കുക. ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം ഈ പകൽക്കാലം നമ്മുടെ നടുവിൽ വ്യാപരിക്കുക. പലരും പറയുക, നിന്നെ പലരും തൊട്ടതല്ല കുഞ്ഞ്, ഒരാൾ തൊട്ടു. അത് തൊട്ടത് വിശ്വാസത്തോടാ തൊട്ടത്. അത് തൊട്ടത് ഒരു വിടുതലിന് വേണ്ടിയാ തൊട്ടത്. അത് തൊട്ടത് എനിക്കൊരു സൗഖ്യത്തോടു കൂടി വരുമെന്നുള്ള പ്രതീക്ഷയോട് പ്രത്യാശയോട് കൂടെ തൊട്ടത്. എന്ന പകൽക്കാലം ഈ പ്രാർത്ഥനയുടെ നടുവിൽ നീ തൊടാൻ തുടങ്ങിയോ? നീ തൊടാൻ തുടങ്ങിയ ഉയരത്തിലെ അത്യന്ത ശക്തി നിങ്ങളുടെ മൺകൂടാരത്തിൽ ഇറങ്ങി വരും. ഇന്ന് പകൽക്കാലം ആ ശക്തി നിന്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ നിനക്കടങ്ങിയിരിക്കാൻ പറ്റത്തില്ല കുഞ്ഞേ. കാറ്റത്ത് കിടക്കുന്ന കരിയില കാറ്റടിക്കുമ്പോൾ പറക്കുന്ന പോലെ നീ പറന്ന് തുടങ്ങുക. കാറ്റടിച്ച് ഒരു ബോള് നിലത്ത് കിടന്ന് പലവട്ടം തെറിക്കുന്ന പോലെ ഈ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ നിനക്കടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന നിങ്ങളുടെ മേൽ ഈ ശക്തി വ്യാപരിച്ചു തുടങ്ങിയ ഈ ഓളിന്റെ ഒരറ്റം തുടങ്ങി മാറാറ്റവര് ഈ ദൈവശക്തി കെടുത്തിക്കളയരുത്. യേശുവിന്റെ നാമത്തിൽ അടകൽ ഘടകം വൈഡംബാൻ വേദി കെട്ടി അടകം വരും. അദ്ദലവ രാജകവാൻ വേദി പ്രഭുജ രഗനാരകൻ അന്ത രാജ റീബലബലവ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ശക്തി ഈ പകൽക്കാലം നിന്റെ മേൽ വ്യാപരിക്കുക. ഞങ്ങൾ സേവിക്കുന്ന ദൈവം പറഞ്ഞേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഈ പകൽക്കാലം ആ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കർത്താവ് ഞങ്ങളുടെ നടുവിലുണ്ട്. അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പകൽക്കാലം ഞങ്ങൾ അവരെ ആത്മാവിലൊന്ന് തൊടുകയോ തൊടുകയാ. യേശുവിന്റെ നാമത്തിൽ തൊടുകയാ. യേശുവിന്റെ നാമത്തിൽ തൊടുകയാ. ആ യേശുവിന്റെ നാമത്തിൽ തൊടുകയാ. യേശുവിന്റെ നാമത്തിൽ തൊടുകയാ. യേശുവിന്റെ നാമത്തിൽ തൊടുകയാ. ഇന്ന് പകൽക്കാലം ആ ശക്തി നിന്റെ മേൽ വരുമ്പോൾ രോഗസൗഖ്യം നിന്റെ മേൽ ഉണ്ടാകുക. ചില പൈശാചിക കെട്ടുകൾ നിന്റെ മേലൊന്ന് അഴിയുകയാ. ഇന്ന് പകൽക്കാലം ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. ഡഗരഗടക സമ്പലബലബല അന്തൽപ്രവചന വേദച്ചാനം ദീപകരക അന്തലബൗഡക രാധകവേദ് അടകാരകന വൈഡാജാൻ ദീപലബൗഡ വൗഡാജാൻ ദീപലബർവ ഹത്തേരാജ് ദീപലബലബല വൗഡച്ചാർ വേദിക്കടകം വാദം വാൻ ദീപലബലബല വൗഡാജാർ ദീപാ ബാബാ രഗരാവൈ രാജാ രാജാ അത്യന്ത ശക്തി. ഓ, ഒരു പകർച്ച പോലെ വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തിൽ ആ ശക്തി വ്യാപരിക്കട്ടെ. ആ ശക്തി വ്യാപരിക്കട്ടെ. ആ ശക്തി വ്യാപരിക്കട്ടെ. ആ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ശക്തി വ്യാപരിക്കട്ടെ. ഈ പകൽക്കാലം ഉയരത്തിലെ ദൈവത്തിന്റെ ആദ്യത്തെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഈ ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഈ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഈ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഈ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഈ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഒരു ശക്തിയുണ്ട്. ഓ, ഹല്ലേലൂയ. ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുക. ഈ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുക. ഓ, ഈ 3 ബാലന്മാര് പറഞ്ഞേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവ, ഞങ്ങൾ സേവിക്കുന്ന ദൈവ അത് അത്യുന്നതനായ ദൈവമാണ്. ഞങ്ങൾ അവരോട് പറ്റിയിരിക്കുകയാണ്. അവൻ ഞങ്ങളെ വിടുവിക്കോ. ശിവന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അടകരകടക സീകാരകന്ധരാധിക
യേശുവിന്റെ നാമത്തിൽ അത്യന്ത ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കുക. ഈ ഹോളിന്റെ ഒരറ്റം തുടങ്ങി മററ്റം വരെ, ഇതിന്റെ സ്റ്റേജ് തുടങ്ങി ഇതിന്റെ ആ ബാക്ക് സൈഡ് വരെ ഈ ശക്തി ഈ ഹോളിനെ നീന്തിറക്കുക. ഈ ശക്തി അന്തരീക്ഷ മണ്ഡലത്തെ കീറിമുറിച്ചിറങ്ങി വരികയാ. ദേശത്തെ വ്യാപരിച്ചു നിൽക്കുന്ന ജനത്തിന് വിടുതൽ കിട്ടാതെ വക്കവട, ദൈവപ്രവൃത്തി വെളിപ്പെടാതെ വക്കവട പോരാടി നിൽക്കുന്ന ചില അന്ധകാരത്തിന്റെ മണ്ഡലങ്ങള് ഈ പകൽക്കാലം ദൈവത്തിന് ദൂതരായിരിക്കുന്ന ദൂതന്മാരിറങ്ങിയതിനെ വീട്ടുക. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ സാന്നിധ്യം ഒരു മഴ പോലെ പെയ്തിറങ്ങുക. വിശ്വസിക്കുന്നവൻ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം വ്യാപരിക്കുകയാണ്. ഈ പകൽക്കാലം അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവർ അഭിഷേകം പ്രാപിച്ചു തുടങ്ങുകയാണ്. ഈ പകൽക്കാലം അന്യഭാഷ സംസാരിക്കത്തില്ലാത്തവർ ആ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങുകയാണ്. വേദം വാനം ദീപക്കടക അടകലഘടക സമ്പലഘടക അടക രഗത രഗതേ രഗതേ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കുക. ഒതുക്കി വെക്കാൻ കഴിയത്തില്ല കുഞ്ഞേ, ഒതുക്കി വെക്കുവാൻ കഴിയത്തില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവ പിശാചേ, നീ എത്രമാത്രം കേട്ടിയാലും ആ കേട്ടിനകത്ത് ഞങ്ങൾ ഒതുക്കത്തില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവ അത്യുന്നതനായ ദൈവമാണ്. ആ ശക്തി ആവരിക്കുകയാണ്. വൈഡ വെച്ച് വെച്ചുകെട്ടി വേദി കെട്ട് റീവ കെട്ടി ബൗഡാചാര യേശുവിന്റെ നാമത്തിൽ
ഇന്ന് പകലക്കാലം ദൈവാത്മാവ് ചിലരുടെ മേൽ കൃപാവരകൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. ചിലരുടെ മേൽ കൃപാവരകൾ നിറച്ചിട്ടുണ്ട്. ഇതുവരെ വ്യാപരിച്ച ദൈവശക്തിയല്ല, ഒരഭിഷേകത്തിന്റെ പുതിയ ശക്തി ഈ പകലക്കാലം ചിലരുടെ മേൽ മഴ പോലെ പെയ്തിറങ്ങുകയാണ്. നിങ്ങളെ ആത്മാവ് നയിക്കുന്ന പോലെ ഈ പകലക്കാലം നിങ്ങൾ ആത്മാവിന് വിട്ടുകൊടുക്കുക. ദൂതുകൾ ഉണ്ടെങ്കിൽ അത് പറയട്ടെ. അടകം പൗട പ്രവചനാധിക യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ. താങ്ക് യു ജീസസ്. ബാലന്മാര് പറയുക, ഞങ്ങൾ സേവിക്കുന്ന ദൈവം. യെസ്, ദൈവകൃപ ആവരിച്ചിരിക്കുക. ഞങ്ങൾ സേവിക്കുന്ന ദൈവം. എന്താണ് പറയുന്നത്? ഞങ്ങൾ സേവിക്കുന്ന ദൈവം. ആ ദൈവം അത്യുന്നതന്റെ ദൈവമാണ്. ആ ദൈവം എൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിലാക്കി തന്ന ദൈവമാണ്. ഒരു രാജാവിൻ്റെ നിയമവും ആ ആത്മാവിനെ തീക്കകത്ത് ചുട്ടരിക്കുവാൻ കഴിയത്തില്ല. ഒരു തീക്കകത്ത് ഇതിന്റെ പ്രാണനെ നശിപ്പിക്കുവാൻ കഴിയത്തില്ല. ആ ദൈവത്തിന്റെ ശക്തി. ഈ ശക്തി കാത്തിരിക്കണം, കാത്തിരുന്ന് മേടിക്കണം. ഈ ശക്തിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഇത് പോരാന്ന് പറയണം. ഒരു പുതിയ ദൈവകൃപ എനിക്ക് വേണം. ഈ കാലഘട്ടങ്ങളിൽ അലറുന്ന ചില പിശാചിനെ ചവിട്ടുവാൻ ഒരു പുതിയ ശക്തി എൻ്റെ മേൽ വരണം. ഒരു പുതിയ അഭിഷേകം എന്നെ വരണം. 2025 ചില ദുർഘടങ്ങളെ നിരപ്പാക്കണമെങ്കിൽ ഒരു പുതിയ അഭിഷേകം എൻ്റെ മേൽ പകരപ്പെടണം. Praise the Lord. Praise the Lord. Praise. Yes. Hallelujah. Praise the Lord. എന്നിട്ട് പറയുക, ഞങ്ങൾ സേവിക്കുന്ന ദൈവം. Praise the Lord. ഒന്ന് ബലന്മാര് പറയാ, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുമെങ്കിൽ. അവിശ്വാസത്തിന്റെ വാക്കല്ലെന്ന്. ഇനി തമ്പുരാൻ ഈ പ്രാണൻ തന്നിരിക്കുന്നത് ഈ സമയം വരെ ഉള്ളെങ്കിൽ മതി. അല്ല, ഉണ്ട് എങ്കിൽ രാജാവേ, നിന്റെ മുമ്പിൽ ഞങ്ങൾ എഴുന്നേറ്റ് നടക്കാം. നിന്റെ മുമ്പിൽ ഞങ്ങൾ എഴുന്നേറ്റ് നടക്കും. ഞങ്ങൾ എഴുന്നേറ്റ് നടക്കും. നീ എന്തറയല്ല കെട്ടി ഒതുക്കാൻ നോക്കിയാലോ ഇത് ഒതുങ്ങത്തില്ല. ഇത് ജീവൻ വേക്കും. ജീവൻ വെക്കും, ജീവൻ വെക്കും. ജീവൻ വെച്ചോണം. ഇന്ന് ചിലരുടെ മേൽ ജീവൻ വെക്കണം. അത് ചില കുടുംബങ്ങൾക്ക് വിടുതല, ചില തലമുറകൾക്ക് വിടുതല, അത് സഭയ്ക്ക് വിടുതല. ഇതുവരെ കണ്ടിട്ടുള്ള വിടുതലല്ല. 25 ഒരു പുതിയ അഭിഷേകത്തിന്റെ ശക്തി, ഒരു വിടുതൽ പോലെ നിങ്ങളുടെ മേൽ പെയ്തിറങ്ങുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അറഗമനധികരാധി രീദാരാധരാധരാധരീശ്വസ്തുറപര. യെസ്, പ്രൈസ് ദി ലോർഡ്. പറയുക, പ്രൈസ് ദി ലോർഡ്. ഈ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. എവിടെ നിന്നാ? പ്രൈസ് ദി ലോർഡ്. കേട്ടതൊന്നുമല്ല കുഞ്ഞെ. അവൻ കത്തിച്ചു വെച്ചിട്ട് നാളുകളായി, പക്ഷെ നീ വന്നത് ഇപ്പോഴാ. ഈ ബാലന്മാരിന്റെ താഴോട്ടൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് പതിവ് പോലെ കത്തിയ ചൂള 7 മടങ്ങ് കൂടെ വർദ്ധിപ്പിച്ചെന്നാണ്. നീ വന്നപ്പം കത്തിച്ചതല്ലെന്ന്, നീ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴുള്ള പ്രശ്നമല്ലെന്ന്. ഇവൻ ആദ്യം തുടങ്ങിയ പ്രശ്നക്കാരനാണ്. പിന്നെ ഇച്ചിരി പാടുന്നവനെ, പ്രാർത്ഥിക്കുന്നവനെ, ആരാധിക്കുന്നവനെ കാണുമ്പോൾ ഇവൻ ഇച്ചിരിയുടെ 7 മടങ്ങ് കത്തിക്കുമെന്നേ ഉള്ളൂ. നമ്മളോട് തന്നെയല്ലെന്ന് പോരാട്ടം. ഇത് തുടങ്ങിയ നാള് തുടങ്ങി ഇത് കെടുത്താനുള്ള പോരാട്ടമാണ്.
നമ്മുടെ പിതാക്കന്മാരോടൊക്കെ എന്തുമാത്രം പോരാടിയെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അത് നൂറ്റാണ്ടുകളായിട്ട് കത്തിക്കൊണ്ടിരിക്കുക. ഇവൻ കത്തിച്ച് വെച്ചിരിക്കുക. ഇത് തല്ലിക്കെടുത്തുവാൻ വേണ്ടി ഇവൻ പല മാർഗങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, പല പദ്ധതികൾ ഇവൻ ഒരുക്കുന്നുണ്ട്. കുഞ്ഞെ കാത്തട്ട്, കുഞ്ഞെ കാത്തട്ട്, കുഞ്ഞെ അവൻ കത്തിക്കട്ടെ. എന്നാൽ ഇന്ന് പകലിൽ ഒരു കാര്യം മനസ്സിലാക്കണം, വിടുവിക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. നമ്മുടെ ധൈര്യം, നമ്മുടെ പ്രത്യാശ, നമ്മുടെ ഉറപ്പ്, നമ്മുടെ പ്രൗഢി, വിടുവിക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. വിടുവിക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. വിടുവിക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. യെസ്, വിടുവിക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട്. വിടുവിക്കുന്ന ദൈവം. എന്നിട്ട് അവനെ എൻ്റെ താഴോട്ടിങ്ങോട്ട് വന്നിട്ട് എൻ്റെ 24, 25 വന്നേ. എല്ലാം വായിക്കാൻ സമയമില്ലല്ലോ. 24, 25 ഒന്ന് താഴോട്ട് വന്നേ. 24 പറയുന്നു, നെബൂഖദ്നേസർ രാജാവ്. അന്നേരം എവിടെയും പ്രശ്നക്കാരില്ല രാജാവ്. പരിപാടി ഇത് കെടുത്താനോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കത്തിച്ചവൻ, ആ 24ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. കത്തിച്ചവൻ, അവനല്ല കത്തിച്ചത്, പേര് കിടക്കുക. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു. പ്രൈസ് ദി ലോർഡ്. ആരുടെ മുമ്പിൽ? ആരുടെ മുമ്പിൽ ഭ്രമിച്ചു? 3 ബാലന്മാരുടെ മുമ്പിൽ ഭ്രമിച്ചു. ഈ 3 ബാലന്മാരുടെ മുമ്പിൽ ഭ്രമിക്കാനുള്ള കാരണം, പേടിക്കാനുള്ള കാരണം, ഇവരുടെ കൂടെ ഇരുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. യെസ്, നിന്നെ കണ്ടിട്ട് പേടിക്കാനുള്ള കാരണം നിന്റെ പൊക്കമല്ല കുഞ്ഞ്, നിന്റെ വിദ്യാഭ്യാസമല്ല, നിന്റെ കുടുംബമല്ല, നിന്റെ പണമല്ല. നിന്നെ കണ്ടിട്ട് പേടിക്കാൻ പിന്നെയോ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. മോനെ, ഈ ഭാഗം മറിക്കരുത്. ഞാനൊരു വാക്ക് പറഞ്ഞിട്ട് ഇവിടോട്ട് വരാൻ പോകുകയോ. 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാമത്തെ വാക്യം അതൊന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് 1 യോഹന്നാൻ 4:4. കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു. അവരെ ജയിച്ചു മിരിക്കുന്നു. അമ്മായി കേബിൾ ഒന്ന് ചുരുട്ടി പിടിച്ച, ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ ഓക്കെ. എന്താണ് പറഞ്ഞത്? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു. ആരാണ്? ജീവൻ പോയോ? നമ്മൾ ആരാണ്? ദൈവത്തിൽ നിന്നുള്ളവനാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടതിന്റെ കാര്യം എന്താണ്? എന്നിട്ട് അടുത്തത്, അവരെ ജയിച്ചുമിരിക്കുന്നു. അടുത്തത്, നിങ്ങളിലുള്ളവൻ. ജയിക്കാനുള്ള കാരണം അവനെ ചുമ്മാതെ എന്ന് ജയിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആട്ടിടെ ചെറുക്ക ചേട്ടന്മാര് പറഞ്ഞത്, നിനക്ക് കഴിവുണ്ടോടാ? പ്രൈസ് ദി ലോർഡ്. മുമ്പിലത്തെ രാജാവ് പറഞ്ഞത്, വേണമെങ്കിൽ എന്റെ പടച്ചട്ടയുടെ തരാം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലടാ, പട കാണാനല്ലയോ വന്നെന്നാ ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. ചോദ്യമൊക്കെ കിടക്കട്ടെ. കണ്ടപ്പം എതിർവശത്ത് നിന്നവ പറയുക, ഞാൻ എന്താ നായാന്നോ? നീ വടിയും കുന്തവും കല്ലുമായിട്ടൊക്കെ എൻ്റെ നേരെ വരാൻ? പ്രൈസ് ദി ലോർഡ്.
അന്നേരം ഈ ഇടയ ചെറുക്കൻ പറയുക, പ്രൈസ് ദി ലോർഡ്, ഞങ്ങളുടെ അകത്ത്, പ്രൈസ് ദി ലോർഡ്, നിന്റെ അകത്തുള്ളവനല്ല ഞങ്ങളുടെ അകത്തുള്ളവൻ, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അന്നേരം അവിടെ സംഭാഷണം നടന്നിട്ടില്ലെങ്കിലും ഞാൻ അതിനോട് ചേർത്ത് പറയുക, പ്രൈസ് ദി ലോർഡ്, ഈ മല്ലൻ ചോദിക്കുക, സംഭാഷണം നടന്നിട്ടില്ല, ഞാനങ്ങ് പറയുക, എടാ അത് നിനക്ക് എങ്ങനെ അറിയാം? പ്രൈസ് ദി ലോർഡ്. അന്നേരം ഈ ഇടയ ചെറുക്കൻ പറയുക, അറിയാൻ 2 ടെസ്റ്റ് ദൈവം മുമ്പേ നടത്തി. പ്രൈസ് ദി ലോർഡ്. എനിക്കൂടെ ഒരു ബോധ്യം വരണമല്ലോ, അതിന് ചില നാളുകൾക്ക് മുമ്പ് 2 ടെസ്റ്റ്. അത് ഒന്ന് ഒരിക്കലൊരു സിംഹമായിരുന്നു, അത് ഒന്ന് ഒരിക്കലൊരു കരടിയായിരുന്നു. ഇതിനെ ഞാൻ ആട്ടുംകുട്ടിയെ പോലെ വലിച്ചു കീറി, ഇതിനെ ഞാൻ ഒരു കമ്പ് കൊണ്ട് അടിച്ചു കൊന്നു. എനിക്ക് കഴിവില്ല, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എൻ്റെ കൂടെ ഇരുന്നപ്പോ എൻ്റെ മേലൊരു ശക്തിയുണ്ട്, എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്, എൻ്റെ മേലൊരു കൃപയുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞ് ഞാൻ ഗോലിയാത്ത്, ഞാൻ നിന്റെ നേരെയും വരുന്നത്. യെസ്, അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കുക, എങ്ങനെ വരുന്നത്? ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നമ്മൾ വലിയവനാകാൻ വലിയവൻ നമ്മുടെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ ദാനിയേലിലേക്ക് തന്നെ വന്നേ. പ്രൈസ് ദി ലോർഡ്. എന്താ പറഞ്ഞത്? ദാനിയേലിലേക്ക് തന്നെ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ഭ്രമിച്ചു, 24-ാമത്തെ വാക്യം. ഭ്രമിച്ചു, വേഗത്തിൽ എഴുന്നേറ്റു. രാജാവ് ഒരാടെ മുമ്പിൽ എഴുന്നേക്കൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇത് ബഹുമാനം കൊണ്ട് എഴുന്നേറ്റതല്ല, പേടിച്ചിട്ട് എഴുന്നേറ്റതാ. പേടിക്കാനുള്ള കാരണം ഇവരുടെ മേലുള്ള ശക്തിയെ നമുക്ക് തിരിച്ചറിയാൻ തുടങ്ങി. നിന്റെ മേലുള്ള ശക്തി കാണുമ്പോൾ ചില പിശാച് പേടിക്കാൻ തുടങ്ങണം. നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ ശക്തി കാണുമ്പോൾ ചില അന്യാരാധനയുടെ ശക്തി ഭ്രമിക്കാൻ തുടങ്ങും. പേടിച്ചു, അവൻ വേഗത്തിൽ എഴുന്നേറ്റു. മന്ത്രിമാരോട് ചോദിക്കുക, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ചത്? എത്ര പേരെയാ ബന്ധിച്ചത്? 3. അന്നേരം ഞാൻ അവിടെ ഇല്ലെങ്കിലും ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഒന്ന് പറയുക. ആ കുടുംബത്തിൽ 3 ഉള്ളായിരുന്നു. ആ കുടുംബത്തിൽ 3 ഉള്ളായിരുന്നു. ആ ഗണത്തിൽപ്പെട്ട നമസ്കരിക്കാതെ നിന്നത് ഇവർ 3 ഉള്ളായിരുന്നു. അന്നേരം ഈ കുടുംബത്തിൽ 3 ഉള്ളായിരുന്നു. അവരെ 3നെയും ബന്ധിച്ചു. നിന്റെ കുടുംബത്തിലുള്ളതിനെ എല്ലാം ബന്ധിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവൻ പറയുക, ഇപ്പം തീ കത്തും, ഇപ്പം കെടും, ഇപ്പം തീരും എന്നൊക്കെ പറയുക. പറഞ്ഞിട്ട് അടുത്തത് എന്താ പറയുന്നതെന്ന് അറിയാം. എന്താ പറയുന്നത്? 3 പേരെയല്ലയോ ബന്ധിച്ചിട്ടത് എന്ന് ചോദിച്ചതിന് അവർ സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ആവർത്തിച്ചു പറഞ്ഞു. 25-ാമത്തെ വാക്യം എന്താ പറയുന്നത്? 25. അതിന് ഇതങ്ങ് നോക്കി വായിച്ചു. വേദോസം ഒന്നും എടുക്കണ്ട. വേദോസം. അതിന് അവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ബന്ധിച്ചത് കുടുംബത്തിൽ 3 പേരെങ്കിൽ 3 പേരെയാ ബന്ധിച്ചത്. 4 പേരുണ്ടെങ്കിൽ 4 പേരെയാ ബന്ധിച്ചത്. 5 പേരുണ്ടെങ്കിൽ 5 പേരെയാ ബന്ധിച്ചത്. പക്ഷേ നിന്റെ കെട്ടടിക്കുവാൻ ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ അത്യുന്നതനാണ്. അവന്റെ നാമമായി പകൽക്കാലം ഇവിടെ മുടങ്ങുന്നത്. അവന്റെ ശക്തിയാണ് ഇന്ന് പകൽക്കാലം ഇവിടെ വ്യാപരിക്കുന്നത്. അവന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ പിശാച് കെട്ടിയ ചില നുകങ്ങൾ പൊട്ടുകയോ. ഈ കെട്ടു വന്നാൽ, ഞാൻ ഈ ഭാഗത്തോട്ട് വരികയാണ്, ഈ കെട്ടു വന്നാലുള്ള കുഴപ്പം 18 വർഷമായിട്ട് ഒരു സ്ത്രീയെ കൂനിയാക്കും.
ഓരോ വർഷമായിട്ട് ഇതിനെ ഒതുക്കിക്കൊണ്ടിരിക്കുക. ജീവിതത്തിൽ ഇവര് നുവരരുതെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടുകയാണ്. ഇവിടെ ജീവിതത്തിൽ ഇനിയൊരു നേർക്കാഴ്ചയില്ലാതെ വക്കമണ്ണ് പിശാച് കെട്ടുകയാണ്. ആ സന്ദർഭത്തിലാണ് കെട്ടടിക്കുന്നവൻ ആ തെരുവിലൂടെ വന്നത്. ആ സന്ദർഭത്തിലാണ് കെട്ടടിക്കുന്നവൻ അതിലെ വന്നത്. അവന്റെ പേരാണ് നസ്രയനായ യേശു. അവന്റെ പേരാ നസ്രയനായ യേശു. അവൻ നിങ്ങളുടെ കുടുംബത്തെ ചിലര് കെട്ടി, ചില പിശാച് കെട്ടി, നിങ്ങളുടെ തലമുറയെ കെട്ടി, നിങ്ങളുടെ ഭാവിയെ കെട്ടി. പക്ഷേ അവൻ കടന്നു വന്നു. ആ നസ്രയനായ യേശു വന്നു. പറയുക, ഇവളും അബ്രഹാമിന്റെ മകളാ. ഇവളിനി കെട്ടപ്പെട്ടവളായിട്ടല്ല നടക്കേണ്ടത്. കെട്ടഴിഞ്ഞപ്പോൾ അവൾ നുവരാൻ തുടങ്ങി. ഇന്ന് പകലിൽ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ, കുടുംബത്തിന്റെ മേലുള്ള ചില അന്യായ കെട്ടുകൾ അഴിഞ്ഞ് ചില കുടുംബങ്ങൾ നിവരാൻ പോകുക, തലമുറകൾ നിവരാൻ പോകുക. നുവരുക. ഒതുക്കിയ ചില കെട്ടുകൾ അഴിയപ്പെട്ട് നുവരുക, അഴിയപ്പെട്ട് നുകരാൻ പോകുക, നേരെയാകാൻ പോകുക. ഒരിക്കലും നിവരരുതെന്ന് പറഞ്ഞുകൊണ്ട്, ഒരിക്കലും നൂരരുതെന്ന് പറഞ്ഞുകൊണ്ട് പല വിധത്തിലായി നിങ്ങളുടെ കുടുംബത്തിലെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലൂടെ, സാമ്പത്തികത്തിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ, ആരോഗ്യത്തിലൂടെ, ഭാവിയിലൂടെ പല മേഖലകളിലായി നൂവരരുതെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടിയ ചില കേട്ടുകൾ ഇന്ന് പകലിൽ അഴിക്കുന്ന നസ്രയനായ യേശു വന്നിട്ടുണ്ട്. അവൻ നിങ്ങളുടെ കേട്ടുകളെ പൊട്ടുകയോ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകലക്കാലം അവ കെട്ടടിക്കുക. നിന്റെ തകർച്ച കാണുവാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ചില ദേശത്തിന്റെ ആധിപത്യമുണ്ട്, ചില അധികാരങ്ങളുണ്ട്, ചില സ്വർഗത്തിൽ ചില ദുഷ്ടാത്മ സേനയുണ്ട്. ഇന്ന് കെട്ടഴിയുക യേശുവിന്റെ നാമത്തിൽ. വേദനന്തുരാധിക പ്രവചരാധിക യേശുവിന്റെ നാമത്തിൽ. ആ കെട്ടങ്ങോട്ട് അടിച്ചു, ഒന്ന് തൊട്ടു. പ്രൈസ് ദി ലോർഡ്. ഇതിന് മുമ്പേ പറഞ്ഞു 12 വർഷമായിട്ട് ഒരാളെ കെട്ടി, 38 വർഷമായിട്ട് കെട്ടി. പ്രൈസ് ദി ലോർഡ്. മരിച്ചിട്ട് 4 ദിവസം വരെ മാറ്റി നിർത്തി കെട്ടി. അഴിക്കുന്നവൻ വന്നിരിക്കുക. നിന്റെ കുടുംബത്തിന്റെ കൊടും തീയെ കെടുത്താൻ ഒരാൾ വന്നിട്ടുണ്ട്. യെസ്, തീയിൽ നടക്കുന്നത് ഞങ്ങൾ കാണുന്നു. നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരുവനെ നിങ്ങൾക്കറിയത്തില്ലെങ്കിലും ചിലർക്കൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ചിലർക്കറിയാൻ പറ്റുന്നില്ലെങ്കിലും ചിലർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. നമുക്കറിയത്തില്ല നമ്മുടെ കൂടെ നടക്കുന്നവന്റെ മഹത്വം, പക്ഷേ ചിലർക്കൊക്കെ തിരിച്ചറിയാം. പ്രൈസ് ദി ലോർഡ്. അത് ചിലരോടൊക്കെ ചോദിച്ചാൽ പറയും, ഞങ്ങൾ കെട്ടാൻ നോക്കിയിട്ട് കെട്ട് നടക്കുന്നില്ല, അഴിഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയാ, കാണുന്നു. ഒന്ന്, അവൻ കാണുന്നു നിന്റെ കെട്ടഴിഞ്ഞത്. 2, അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. അന്നേരം അവന്റെ ആഗ്രഹം എന്തായിരുന്നു? കേട് തട്ടിക്കാനായിരുന്നു. കേട് തട്ടിയിട്ടില്ല. പിന്നെ അവൻ കാണുന്നു 4-മത്തവന്റെ രൂപം. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രൂപം കണ്ടോ?
ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകളെ അടച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് ഇന്ന് രാത്രി നേരത്തെ വരണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എങ്കിലേ ഈ ടോപ്പിക് ഒരിപ്പം കൂടെ ഒക്കെ ഒന്ന് തീർന്നു പോകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, നിങ്ങളുടെ കേട് വരുത്താൻ നോക്കിയെന്നാ പറയുന്നത്. നിങ്ങളുടെ കെട്ടഴിഞ്ഞത് അവൻ കാണാൻ പോകുക. പ്രൈസ്. നാലാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. അവനെ ഒത്തതല്ല, അവൻ സാക്ഷാൽ ദൈവപുത്രനാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിന്റെ സകല മഹിമകളെ വിടിഞ്ഞുകൊണ്ട് പിശാചി കെട്ടിയ പാപത്തിന്റെ നുകത്തിൽ നഴിക്കുവാൻ സകല സ്വർഗത്തിന്റെ മഹിമകളെ വിടിഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന് 33.5 തിരുവയസ്സ് വരെ ജീവിച്ച് 3.5 വർഷം പരശുശ്രൂഷ ചെയ്തുകൊണ്ട് നാനാ ഭാഗങ്ങളിൽ പിശാചി കെട്ടിയ കുടുംബങ്ങളുടെ കെട്ടുകൾ അടിച്ചുകൊണ്ട് പാപത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചുകൊണ്ട് ആ കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് നിങ്ങളെ ക്രിസ്തുവിൽ അവന്റെ ദാസന്മാരാക്കി മാറ്റി. കെട്ടുകൾ പൊട്ടിച്ചു. ഈ പകലക്കാലം ആ ദൈവത്തിന്റെ കരം നമ്മുടെ നടുവിലുണ്ട്. ആ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പകലക്കാലം നമ്മൾ വായിച്ച വാക്യം എങ്ങനെയാണ് പറയുന്നത്? അവനോട് പറ്റിയിരിക്കാൻ അവൻ നിങ്ങളെ വിടുവിക്കോ. ഇന്ന് പകലെ മനസ്സിലായോ? വിടുവിക്കുന്ന ദൈവത്തെ കണ്ടോ? വിടുവിക്കുന്ന ദൈവത്തെ കുറിച്ച് നീ അറിയുന്നുണ്ടോ? ആ വിടുതല കരം നിനക്ക് ഇറങ്ങിയാണ്. അവൻ എന്നോട് പറ്റിയിരിക്കുക. ഇന്ന് പകലക്കാലം അത്യുന്നതനോടൊന്ന് പറ്റി ചേർന്നുകൊണ്ട് ഈ സഭയോടല്ല പറ്റേണ്ടത്, ദൈവദാസരോടല്ല പറ്റേണ്ടത്. അത് പിന്നീട് രണ്ടാമത്തെ കാര്യം. നീ അത്യുന്നതരോട് പറ്റാൻ തുടങ്ങട്ടെ. നിന്റെ കേട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പറ്റിയിരിക്കുക. യെസ്, പറ്റിയിരുന്നാലുള്ള ഗുണം എന്താ മോനെ? നമ്മളിനി ഒരു പാട്ട് കർത്താവിൻ്റെ ദാസം പാടും. നമ്മൾ ഒരുമിച്ച് ആരാധിക്കാനൊക്കെ പോവുകയാണ്. പറ്റിയിരുന്നാലുള്ള ഗുണം എന്താ? പ്രൈസ് വിടുവിക്കും. ആരോടാ പറ്റിയിരിക്കേണ്ടത്? പ്രൈസ് ദൈവത്തോട്. ചുരുടെന്ന് പറഞ്ഞേ ദൈവത്തോടെന്നുള്ള ഒറ്റ വാക്കൊന്ന് മാറ്റിയിട്ട് അതിന് നമ്മൾ വിശദീകരണം തന്നായിരുന്നല്ലോ. ആകാശത്തെ വിരിച്ചവനോട്, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനോട്, എൻ്റെ ഉള്ളിൽ ആത്മാവിനെ സൃഷ്ടിച്ചാക്കിയവനോട് ഞാൻ പറ്റുകയാണ്. അന്തരമാ പറയുന്നു, ഒരു നെബൂഖദ്നേസർ പറയുന്നു, ഈ തീക്കകത്ത് നിന്റെ പ്രാണനെ നശിപ്പിക്കുമെന്ന്. അന്നേരം നെബൂഖദ്നേസർ പറയുക, ഇവിടെ ഞാൻ നിന്നെ ചൂട്ട് കൊല്ലുമെന്ന്. കുഞ്ഞെ, നീ ചൂട്ട് കൊല്ലപ്പെടാനുള്ളവനല്ല, എന്നെ വിടുവിക്കുന്നവനോടാണ് ഞാൻ പറ്റിയിരിക്കുന്നത്. ഇന്ന് പകലക്കാലം അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ വിടുതലിന്റെ കരം നമ്മൾ അനുഭവിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതലിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം. മടങ്ങിപ്പോകുമ്പോൾ ആ വിടുതലിൻ്റെ ശക്തിയോടെ മടങ്ങണം. നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ചില മിനിറ്റുകളോടൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഇത്ര നേരം നിങ്ങൾ നിലത്തിരിക്കുകയായിരുന്നല്ലോ. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ ഒന്ന് ഫ്രീ ആക്കി വിട്ടുകൊടുത്തുകൊണ്ട് അത്യുന്നതനോടൊന്ന് നിലവിളിച്ച്, എൻ്റെ ദൈവമേ, നിൻ്റെ കൃപ എനിക്കൊന്ന് വേണം, നിൻ്റെ ശക്തി എൻ്റെ വേണം. ആ ശക്തി എന്താണ്? ആ യോഹന്നാൻ എങ്ങനെയാണ് വിളിച്ചു പറയുന്നത്? കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് പറയുകയാണ്, ലോകത്തിലുള്ളവനേക്കാൾ വലിയവ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ഇന്ന് പകലക്കാലം തിരിച്ചറിഞ്ഞാണ് അവൻ എന്താണെന്ന് അറിയുമ്പോൾ കൂടെയുണ്ടായെങ്കിൽ നെബൂഖദ്നേസർ, നീ കത്തിച്ചെന്ന തീക്കകത്ത് നിന്നെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. കാരണം അവന്റെ ശക്തി തീയുടെ ബലത്തെ കെടുത്തതാണ്. ഇന്ന് പകലക്കാലം നിനക്ക് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നേരെ, നിന്റെ സഭയ്ക്ക് നേരെ, നിന്റെ ഭാവിയുടെ മണ്ഡലങ്ങൾക്ക് നേരെ പിശാചി വെട്ടിയിരുന്ന ചില കെട്ടുകൾ, നിന്റെ വിശ്വാസ ജീവിതത്തിന് നേരെ അലവിധത്തിൽ കേട്ടുന്ന ചില കേട്ടുകൾ ഇന്ന് പകലക്കാലം അഴിക്കുവാൻ തക്കവണ്ണം അവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. അവന്റെ ശക്തി നമ്മളോട് വ്യാപരിക്കുന്നുണ്ട്. നമ്മുടെ നടുവിൽ അവന്റെ ശക്തി ഇറങ്ങി വരുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ആ ശക്തി ആർക്ക് കിട്ടും? വിശ്വസിക്കുന്നവരുടെ മേലാണ് വ്യാപരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നല്ല ഒരു വാർത്തയെ കേട്ടോ.
ஆராதனை வேளையிலே வெளிப்பட்ட வார்த்தைகள் உண்டு. நேற்று இரவிலே கேட்ட தேவ வார்த்தைகள் உண்டு. ஆண்டவர் உறுதிப்படுத்தி இருக்கிறார். இந்த வார்த்தை தீர்க்க தரிசனமாய் வந்திருக்கிறது. அதனால ஸ்தோத்திர, கர்த்தருடைய வார்த்தையை பற்றி கொள்ளுவோம், ஆண்டவரை பற்றி கொள்ளுவோம். இந்த கடைசி நாட்களில் ஆண்டவரை பற்றி கொள்வோம். வேதம் சொல்லுகிறது, அவரை அண்டிக் கொள்ளுகிறவர்கள் பாக்கியவான்கள் என்று வேதம் சொல்லுகிறது.